കുറിച്ചും നരകത്തെക്കുറിച്ചും പ്രസംഗിക്കാൻ പോകുകയാണ്. ഞാൻ സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കൈയടിക്കണം, ആത്മാവിലാകണം, സന്തോഷിക്കണം. കാരണം നമ്മുടെ പ്രത്യാശ അതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നരകത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഇപ്പം ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പ്രൈസ് ലോൺ, പ്രൈസ് ലോൺ, സ്തോത്രം. അതുകൊണ്ട് മനസ്സിലായ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. വളരെ സന്തോഷത്തോടെ നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു വെളിപ്പാട് പ്രാപിച്ച് നമ്മൾ സ്തോത്രം ഇന്ന് പകലിൽ നമ്മുടെ ഇരിപ്പ് എങ്ങനെയാണെന്ന്, ഈ പുറമേയുള്ള കുറേ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗം എങ്ങനെയാണെന്ന് നന്നായി അറിയുന്ന ഒരു ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. വളരെ നന്നായി അറിയുന്ന ഒരു കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത്. പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഭയങ്കര ശബ്ദത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെ ഉണർവാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതൊന്നും അല്ല ഉണർവ്. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ ഒരാളുടെ ഉള്ളത്തെ ദൈവാത്മ ഉണർത്തിയെന്ന് പറയുന്നത് അവൻ്റെ കുറവ് കണ്ടുപിടിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മ വെളിപ്പെടുന്നിടത്ത ഉണർവ് സംഭവിക്കുന്നത്. ആമേൻ. പാപബോധം എവിടെ ഉളവാകുമോ അവിടെയാ ദൈവത്തിൻ്റെ ഉണർവ് പുറപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സഭയിൽ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥന ആമേൻ നമ്മുടെ ശുദ്ധീകരണത്തിനും ക്രമീകരണത്തിനും ഒക്കെ ഉപകാരമായി ഭവിക്കുവാനായിട്ട് വളരെ സത്യമുള്ള ഒരു ജീവിതം നമുക്ക് നയിപ്പാനിടയാകട്ടെ. വളരെ വേദനയോടെ ഞാനിത് പറയുന്നത്. ചാനലുകൾ തുറന്നാൽ നാം ഇന്ന് കാണുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ ഈ അക്രൈസ്തവർ, ജാതികളായവരൊക്കെ ചിന്തിച്ചു പോകും, ഇതാണോ ക്രിസ്തീയ ജീവിതം, ഇതാണോ ഉപദേശം, ഇതാണോ പ്രമാണം എന്നൊക്കെ ജനം വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്ര അഗ്നിമയമായൊരു പ്രമാണം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അത് സൂക്ഷിക്കപ്പെടുവാനും അതിൻ്റെ നിലവാരം സൂക്ഷിപ്പാനും ദൈവസഭ ഈ ദിവസങ്ങളിൽ വളരെ ജാഗരൂകരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്നും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്നും ദൈവത്തിൻ്റെ വചനമോർപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വളരെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, പ്രശസ്തനാകാൻ പറ്റിയില്ലെങ്കിലും വിശ്വസ്തരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഗ്രഹവിചാരകന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണമെന്ന്. ആമേൻ. ക്രൂസേഡിന് പ്രസംഗിച്ചില്ലെങ്കിലും പട്ടണത്തിൽ പോസ്റ്റർ ഒട്ടിച്ചില്ല എങ്കിലും ദൈവമക്കളെ, ഞാൻ ഹൃദയത്തിൽ വളരെ വേദനയോടെ ഈ വാക്കുകൾ ഉരുവിടുന്നത്, അത്രമാത്രം നൊമ്പരം ഈ ദിവസങ്ങളിൽ ആത്മമണ്ഡലത്തെ നോക്കി, ആത്മീകരുടെ ലെവല് നോക്കി, അല്ലെങ്കിൽ ഇന്നത്തെ ജനത്തിൻ്റെ പോക്ക് നോക്കി വളരെ വേദനയോടുകൂടിയാണ് ഞാനിത് ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. എങ്ങും പ്രശസ്തിയുടെ ഒരു വാക്കോ ഒരു പ്രശംസാ വാക്കോ നമുക്ക് ലഭിച്ചില്ല എങ്കിലും ആമേൻ, വിശ്വസ്തന്മാരെ തിരയുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമുക്ക് കാണിക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരു രഹസ്യ പ്രാർത്ഥനയുടെ യാഗപീഠം വേണം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുന്നവരെ ലോകമറിയും, ആമേൻ. പാടുന്നവരെ ലോകമറിയും, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രവചിക്കുന്നവരെയും ലോകമറിയും, എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ മുറിയിൽ ആമേൻ ആത്മാവിൽ പോരാടുവാനായിട്ട് ഈ ദിവസങ്ങളിൽ വളരെ ഉത്സാഹമുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട്, ഒരു നല്ല ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള ഒരു ജീവിതം, വളരെ സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നമുക്ക് ഈ ദിവസങ്ങളിൽ വളരെ അനിവാര്യമായിരിക്കുന്നു. കാലഘട്ടത്തെ പഠിക്കുന്ന ഒരു ദൈവവൈതലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ദിവസങ്ങളിൽ വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. യഹൂദൻ അവൻ്റെ ആലയ പണിക്ക് ശേഷം യാഗം കഴിക്കുവാനായിട്ട്
ആമേൻ, ചുവന്ന പശുക്കളെ വരെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നു. കാരണം ആമേൻ, എല്ലാ ഒരുക്കങ്ങളും തികഞ്ഞു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെടാൻ സമയമായി. ആമേൻ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ഗൗരവമായി, ആമേൻ, നമുക്കൊരു മിനിറ്റ് പോലും എലീശ അതുകൊണ്ടാണ് പറഞ്ഞത്, കൂടെ ചെന്നവർ ആമേൻ പറഞ്ഞു, ആമേൻ, നിരുത്സാഹപ്പെടുത്തുവാനൊക്കെ നോക്കിയപ്പോൾ അവൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങൾ മിണ്ടാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാനത് ഭാവനയിൽ കാണുകയാ. ഈ പറഞ്ഞവരുടെ മുഖത്തോട്ട് അവൻ നോക്കിയില്ല. ഏലിയാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് കാണും, നിങ്ങൾ മിണ്ടാതിരിക്കുക, ഞാൻ എൻ്റെ യജമാനന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, ലോകം പലതും കാണിക്കും, ലോകം പലതും പറയും, പക്ഷെ നിനക്ക് നോക്കുവാൻ ഒരു പൊന്മുഖമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറ, നിങ്ങൾ മിണ്ടാതിരിക്കുക. എന്റെ നോട്ടം പ്രിയന്റെ മുഖത്ത് തന്നെയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ബോധ്യമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒരു നിമിഷത്തെ, ഒരു സെക്കൻഡിലെ ഏകാഗ്രത പോയാൽ, എൻ്റെ യജമാനൻ എടുക്കപ്പെടുന്നത് ഞാൻ കാണാതെ പോയാൽ, ഞാൻ ഇത്ര നാളും നടന്നതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ദൈവത്തിൻ്റെ വൈതലേ, അങ്ങോട്ട് പോയപ്പോൾ ഏലിയാവ് കൂടെ ഉണ്ടായിരുന്നു. ഈ യോർദാനെ ആമേ തിരിച്ചു വരണമെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന പുതപ്പൻ്റെ മേൽ വന്നേ മതിയാകുമെന്ന് അവൻ വിശ്വസിച്ചത് കൊണ്ട്, അവൻ ഇരട്ടി പങ്ക് പ്രാപിക്കുവാനായി ആ ത്യാഗമനോഭാവം അവൻ കാണിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അവന് തിരിച്ചു വരാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട്, വളരെ ഏകാഗ്രതയുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് നമുക്കിടയായി തീരട്ടെ. സൂക്ഷ്മതയോടുകൂടി കർത്താവിൻ്റെ സന്നിധി നിൽക്കുവാനായി, പിശാച് വിറയ്ക്കുന്ന ഒരു നല്ല ജീവിതം നയിപ്പാനായിട്ട് ദൈവത്തിന് സ്തോത്രം. വളരെ ദുഃഖത്തോടുകൂടി ഞാൻ ഓർപ്പിക്കുക, തങ്ങളുടെ പോസ്റ്റർ തങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് തങ്ങൾ തന്നെ അടിക്കുറിപ്പും എഴുതുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മറ്റാരും എഴുതുകയല്ല, അവരവർ തന്നെ അവരുടെ പരസ്യവാചകം എന്ത് ചെയ്യുന്നു, ഏജൻറ്റിൻ്റെലൊക്കെ കൊടുത്തിരിക്കുക. ഇപ്പം കമ്പനികൾ മാത്രമൊന്നുമല്ല, ദൈവത്തിന് സ്തോത്രം, പരസ്യത്തിനായിട്ട് ഏജൻറ്റിനെ സമീപിക്കുന്ന പലരും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിതൊക്കെ ഓർപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ അല്പം വേദനയോടുകൂടിയാണ് ഞാനിത് ഓർപ്പിക്കുന്നത്. സ്വന്തം കട്ടൗട്ട് തനിയെ ഉണ്ടാക്കിയിട്ട് അതിന് കൂലി കൊടുത്ത് അടിക്കുറിപ്പ് എഴുതിച്ച് പ്രശസ്തനാകാൻ നോക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിൻ്റെ നടുവിലാണ് കർത്താവ് ആരാണെന്നുള്ള ഒരു വെളിപ്പാട് അകത്ത് കയറിയ ഒരു ദൈവ പൈതൽ തന്നെത്താൻ അവന്റെ ശരീരത്തെ, അവന്റെ ആത്മമണ്ഡലത്തിൽ കർത്താവിന് വേണ്ടി ഒരു വ്യക്തമായ ഒരു ജയജീവിതത്തിനായിട്ട് ഒരു വലിയ വാഞ്ച അവന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കൽ 3 പേര് ഒരേ വേദിയിൽ പ്രസംഗിച്ചു. ഒരാളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ പറഞ്ഞു, എത്ര നല്ല പ്രസംഗകൻ. രണ്ടാമത്തെ ആളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ജനം പറഞ്ഞു, എത്ര നല്ല പ്രസംഗം. മൂന്നാമത്തെ ആൾ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ജനം പറഞ്ഞു, എത്ര മഹാനായ യേശു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേദികൾ നിന്നെ പരിചയപ്പെടുത്താനുള്ളതല്ല. ആമേൻ. വാഗ്ധോരണി കൊണ്ട് പ്രാസം ഒപ്പിച്ച് പറഞ്ഞ പ്രസംഗത്തിന്റെ ഗാംഭീര്യം കൂട്ടാനുള്ളതല്ല. കാൽവരിയിൽ തകർക്കപ്പെട്ട പ്രാണപ്രിയനെ ഉയർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ക്രിസ്ത്യ ജീവിതം പരാജയമാണെന്ന് നമുക്ക് മറന്നു പോകരുത്. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന അതാ, കർത്താവിനെ ഉയർത്തുക. ജഡത്തിൽ നിന്നൊന്നും വരരുത്, സ്വയത്തിൽ നിന്നൊന്നും വരരുത്. നിന്നെ പരിചയപ്പെടുത്താനുള്ള വേദി അല്ല ഇത്. സ്വയത്തെ ഉയർത്താനുള്ള വേദി അല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പലരും ശുശ്രൂഷ മധ്യത്തിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഞാനും പറഞ്ഞായിരുന്നു, ഞാനും ജോലി വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. അപ്പം ഞാൻ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു പോയിട്ടുണ്ട്, ഉന്നതമായതൊക്കെ വിട്ടിട്ട് ഇറങ്ങിയെന്നൊക്കെ. ഇപ്പം എനിക്ക് ആത്മീയ പാപ്പരത്വം നന്നായി മനസ്സിലാകുന്നുണ്ട്. കാരണം ഉന്നതമായത് വിട്ടിട്ട് ഇപ്പം ചെറിയതെടുത്തെന്നാണോ അതിൻ്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. വിനയത്തോടെ പറയുകയാ, ഒരിക്കലും പറയരുത് നീ വിട്ടതെല്ലാം ചെറുതാ. അത് ചെറുതാണെന്ന് ബോധം വന്നിട്ടാ നീ വിട്ടതെങ്കിൽ നീ തെരഞ്ഞെടുത്തതാ വലുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
വിലയേറിയതൊക്കെ വിട്ടു ഉന്നതമായ സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഇനി ഒരു ഇന്നത്തെ കാലഗതി അനുസരിച്ച് ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ രൂപ സാലറി വാങ്ങുന്ന നല്ലൊരു ജോലി വിട്ടിട്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലും ചെറുതാണോ കർത്താവിൻ്റെ വേല? ആണോ? പറ. അങ്ങനെ ഇറങ്ങിയാൽ അത് അപകടമാണ്. കാരണം വലുത് വിട്ടിട്ട് ചെറുതെടുക്കാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു മടയത്തരം വേറെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകലിൽ കാഴ്ചപ്പാടുള്ള ദൈവമക്കൾക്കറിയാം. ഞാൻ പറയാം ദൈവമക്കളെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിലും വലുതാ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനോട് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ മക്കൾ എന്നേക്കാൾ താണ ജോലി ചെയ്യുന്നത് എനിക്ക് കാണാൻ ഇഷ്ടമില്ല എന്ന്. അതിൻ്റെ അർത്ഥം എൻ്റെ 2 കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വേലക്കാരാകണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം വാഞ്ചിക്കുന്നു, ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനോട് എന്നും പറയുന്നൊരു വാക്ക്, എന്നേക്കാൾ താണ ജോലി അവർ ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പകൽ ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൻ്റെ വേലയുടെ മഹത്വവും ആഴവും തിരിച്ചറിഞ്ഞിട്ട് വേണം. എന്തെങ്കിലും അപകടം പറ്റുമ്പോഴോ വൈകല്യം വരുമ്പോഴോ തിരഞ്ഞെടുക്കാനുള്ള മാർഗ്ഗമൊന്നുമല്ല യേശുവിൻ്റെ മാർഗം. ദൈവത്തിൻ്റെ സ്തോത്രം. നാളെ ഒരാൾ പറഞ്ഞു, മരത്തേന്ന് വീണ് നടു ഒടിഞ്ഞു, പിന്നൊരു പണിക്കും പോകാൻ വയ്യാഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുക? കർത്താവിൻ്റെ വേല ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ചെയ്തോട്ടെ, നന്നായിരിക്കട്ടെ. പക്ഷെ മരത്തേന്ന് വീണോണ്ടാന്ന് പറയരുത്, ഒന്നും പറ്റാത്തോണ്ടാണെന്നും പറയരുത്. ദൈവമക്കളെ എല്ലാ വഴിയും അടഞ്ഞു കഴിയുമ്പോൾ അവസാനത്തെ കച്ചിത്തുരുമ്പല്ല യേശു. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുമ്പോൾ, എല്ലാ കരങ്ങളും നിനക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ, എല്ലാ വാതിലുകളും നിന്റെ മുമ്പിൽ ആമി തുറന്നു കിടക്കുമ്പോൾ, സാധ്യതകളെല്ലാം തുറന്നു കിടക്കുമ്പോൾ, നീ ആത്മാവിൽ വിളിച്ചു പറ, ആമേൻ, എനിക്ക് യേശു മതി. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് നാം പറയുമ്പോൾ നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ, യേശുക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ നിന്ന് വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. പരിശുദ്ധാത്മാവ് അതിന് തുണ നിൽക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. വേഗത്തിൽ തിരുവചനത്തിലേക്ക് കടന്നു വരാം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അങ്ങയുടെ ജനത്തെ പന്തി പന്തിയായി ഇരുത്തി മൃഷ്ടാന്യ ഭോജനവും മധുരപാനീയവും കൊടുത്തല്ലോ. മേൽത്തരമായത് കൊടുത്തവരെ പോഷിപ്പിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്കറിയാം. അനിശ്ചിതത്വത്തിൻ്റെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വളരെ സംഭവങ്ങളും ഭീകരതകളും ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കാണുന്നു. അധിക സമയമൊന്നും ഇനി ഞങ്ങളുടെ മുൻപിലില്ല എന്ന് ഞങ്ങൾ ആത്മാവിൽ തിരിച്ചറിയുന്ന കർത്താവെ, പ്രാണപ്രിയനെ, ഞങ്ങൾ അന്ത്യ നാഴികയിലല്ലല്ലോ, ഞങ്ങൾ അന്ത്യവിനാഴികയിൽ എത്തി നിൽക്കുന്നവരാണല്ലോ. കടികാരത്തിൻ്റെ സൂചി ഒന്നുകൂടെ ചലിച്ചാൽ പ്രാണപ്രിയൻ്റെ വരവിൻ്റെ കാഹളം ഞങ്ങൾ കേൾക്കുമല്ലോ. ഞങ്ങൾ അതിനായി നോക്കിപ്പാർക്കുന്ന ജനമാണല്ലോ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ജയജീവിതം ചെയ്യാൻ കൃപ തന്നാട്ടപ്പാ. പ്രത്യേകമായൊരു അഭിഷേകം ഞങ്ങൾക്ക് തന്നാട്ട്, പ്രത്യേകമായൊരു വെളിപ്പാട് ഞങ്ങൾക്ക് തന്നാട്ട്, പ്രത്യേകമായൊരു കാഴ്ചപ്പാട് ഞങ്ങളെ നിർത്തിക്കാട്ടെ കർത്താവേ. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തതാണല്ലോ പ്രിയനെ. ഈ ദിവസങ്ങളിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കി നന്നായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നാട്ടെ പ്രിയനെ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരുവാൻ ഞങ്ങളെ കുടുംബങ്ങളായി ഒരുക്കിക്കാട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു നടപ്പും ഉണ്ടാകാതെ, ഒരു വാക്കും ഉണ്ടാകാതെ വളരെ വിശ്വസ്തയോടെ അങ്ങേ സേവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തന്നാട്ട് കർത്താവേ. ഈ സഭയെ അങ്ങ് അനുഗ്രഹിച്ച് പട്ടണത്തിൻ്റെ നടുവിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ലക്ഷ്യം മറ്റൊന്നാകല്ലേ, കാഹളത്തിൻ്റെ ധ്വനിക്കായി കാത്തിരിക്കുന്ന മണവാട്ടിയായി, ആമേ, ആത്മമണവാളൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കുവാൻ കാത്തിരിക്കുന്നവരായി ഈ ദിവസങ്ങളിൽ തീരുവാൻ അങ്ങയുടെ സഭയോട് ഒരുക്കിക്കാട്ട് കർത്താവേ. അതിനായി തൻ്റെ ജനത്തെ സജ്ജരാക്കി ആയുധമെടുത്ത് പോരാടുവാൻ ഒരുക്കി നിർത്തിക്കാട്ട്. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം
കർത്താവേ, വചനത്തിൻ്റെ ശക്തി അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വ്യാപരിക്കണമേ. ദൈവാത്മാവരെ സ്പർശിക്കണമേ. രോഗികളായ ആരെങ്കിലും ഇന്ന് പകലതിൻ്റെ നടുവിലുണ്ടെങ്കിൽ കർത്താവ് അവരെ സൗഖ്യമാക്കണമേ. ദൈവവചനത്തിൻ്റെ ശക്തി അവരുടെ ആഴങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പകലായിരിക്കണമേ. ദൈവാത്മാവരെ ബലപ്പെടുത്തുന്ന പകലായിരിക്കണമേ. ഞെരുക്കത്തിലും ഭാരത്തിലും ആരെങ്കിലും വന്നു എങ്കിൽ ദൈവാത്മാവരുടെ വേദനകൾ എടുത്തു മാറ്റണമേ. കർത്താവിൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം തൻ്റെ സഭയുടെ മേൽ വയ്ക്കണമേ കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥന ചരിത്ര വിടുതലുകൾ വെളിപ്പെടുവാനിടയാകണമേ കർത്താവേ. പാതാളസേന നടുങ്ങുന്ന ദിവസങ്ങളായിരിക്കണമേ. അന്ധകാരങ്ങൾ വിറകൊള്ളുന്ന ദിവസങ്ങളായിരിക്കണമേ. പൈശാചിക കോട്ടകൾ തകർന്നു പോകുന്ന ദിവസങ്ങളായിരിക്കണമേ. വൈദ്യശാസ്ത്രത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ടെന്ന് വെളിപ്പെടുന്ന ദിവസങ്ങളായിരിക്കണമേ. കർത്താവിന്റെ നാമം മഹിമയോടെ മുഴങ്ങുന്ന ദിവസങ്ങളായിരിക്കണമേ. തിരുനാമം എല്ലാ നിലയിലും മഹത്വമെടുത്താട്ട്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ലോർഡ്. ആ വാക്യം ഒന്നുകൂടി വായിക്കാമല്ലോ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും മതി. പ്രൈസ് ലോർഡ്. ഞാൻ ആ ഒരു വാക്ക് മാത്രം ഇന്ന് പകലിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വ്യാജഭാവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ എനിക്ക് വ്യാജഭാവമുണ്ടോ? ഞാൻ പൊയ്മുഖം വെച്ച് ഒരു ക്രിസ്ത്യ ജീവിതമാണോ നയിക്കുന്നത്? അതോ സകല രഹസ്യങ്ങളെയും അറിയുന്ന സർവശക്തന്റെ കണ്ണിന് മുമ്പിൽ ഒരു നിർമ്മലമായ ജീവിതം നയിപ്പാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുന്ന നല്ല ദിനമായി തീരണം. ആമേൻ. കുറ്റം വിധിക്കുവാനുള്ള സമയമായിട്ട് ഞാനിവിടെ നിൽക്കുകയല്ല. ആത്മാവ് നൽകിയ സന്ദേശം കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ നേരം കൈയടിപ്പിച്ച്, വാഗ്ദത്തം പറഞ്ഞ് കൈയടിപ്പിച്ച് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിശ്ചയമായിട്ടും കൈയടിക്കുമെന്നും എനിക്കറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, വാഗ്ദത്തം ആമേൻ അത് കിട്ടും. അത് പറഞ്ഞവൻ വിശ്വസ്തന. പക്ഷെ ക്രമീകരണം നമ്മുടെ ഭാഗത്തുണ്ടാകണം. പ്രൈസ്. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നാളെ ഞാൻ നിങ്ങളുടെ നടുവിൽ അത്ഭുതം ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ ഭാഗം ഈ പകൽക്കാലം ക്രമീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം. അനന്തരമായിട്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന കർത്താവിൻ്റെ വചനം പറയുന്നവൻ നീതിമാനാ, വാക്കുമാറാത്തവനാ, വിശ്വസ്തനാ. ദൈവത്തിന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ ഭാഗം ഒരു അവിശ്വാസിയായ അല്ലെങ്കിൽ കർത്താവിനെ വ്യക്തിപരമായി അറിയാൻ കഴിയാത്ത, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും മറ്റും, അവർക്കൊന്നും യേശുവിനെ അറിയാതിരിക്കുന്നവരുടെ നടുവിൽ കർത്താവ് വേഗത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. കാരണം അവർ കണ്ട് വിശ്വസിക്കാൻ തക്കവണ്ണം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അത്ര എളുപ്പമായിട്ട് ദൈവം എന്ത് ചെയ്യത്തില്ല, കർത്താവ് ചെയ്യത്തില്ല. കാരണം നമ്മൾ അവനെ രുചിച്ചറിഞ്ഞവരാ. അവരാരാന്നുള്ള അത് വ്യക്തമായിട്ട് നമ്മൾ പ്രാപിച്ച ദൈവമക്കളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ കുറച്ചുകൂടി നാം ക്രമീകരണത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും ആത്മീയർ പോലും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ എന്താ അതിന് മാനദണ്ഡമായിട്ട് കാണുന്നേ? നിങ്ങൾ ആരും മിണ്ടാതിരിക്കുന്നത് പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമ്മുടെ അകത്തിരിക്കുന്ന ചിന്താഗതി എന്താ? ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആത്മീകർ പോലും ഇന്നും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണത്. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതിക കാര്യങ്ങളുടെ അനുഗ്രഹം അല്ലെങ്കിൽ ക്രമീകരണവും അതിലെ ഉയർച്ചയും ഒക്കെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ തിരുവചനം പഠിച്ചാൽ അനുഗ്രഹം ആത്മീകമാണ്, ഭൗതികം ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. കെതൂറയിൽ ജനിച്ച മക്കൾക്കും ഇസ്മായേലിനും അബ്രഹാം ദാനങ്ങളാണ് നൽകിയത്. എന്നാൽ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന് നൽകിയത് മുഴുവൻ അവകാശവും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ദാനങ്ങൾ മാത്രം മതിയെങ്കിൽ ദാസിയുടെ മക്കളാണ്. എന്നാൽ സ്വതന്ത്രയുടെ മകനാണ് അവകാശം മുഴുവൻ. ഒരു തുരുത്തി വെള്ളവും
കുറെ അപ്പക്കഷ്ണവുമായി ഇസ്മായേൽ പോകുമ്പോൾ അകത്തുനിന്ന് ഇസഹാക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതെല്ലാം യാത്രാമധ്യേ തീർന്നു പോകും, പക്ഷെ തീരാത്ത കലവറയ്ക്കകത്താ ഞാൻ നിൽക്കുന്നത്. ആമേ, കഴിച്ചാലും കഴിച്ചാലും തീരാത്ത കലവറയ്ക്കകത്ത് നിൽക്കുന്ന ദൈവവൈതൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിറയ്ക്കാമെന്ന് ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഭൗതികമല്ല അനുഗ്രഹം. ദൈവത്തിന്റെ വചനം പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. ഇവിടെ ജീവിക്കാൻ ആവശ്യമായതെല്ലാം ദൈവം തന്നിരിക്കും. ആമേ, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും തരുമെന്നാ പറഞ്ഞത്. ഇവിടെ ന്യായമായതൊന്നും ദൈവം മുടക്കി കളയത്തില്ല. എന്നാൽ അനുഗ്രഹം അതല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിൽ 2 കുടുംബം ഉണ്ടെന്നിരിക്കട്ടെ. 2 വീട്ടിലും 5 മക്കളും ഉണ്ട്. ഒരു വീട്ടിലെ 5 മക്കളും 5 ഭൂഖണ്ഡങ്ങളിലെത്തി. നല്ല നിലയിൽ അവർ ജീവിക്കുന്നു ഭൗതികമായി. അപ്പനും അമ്മയ്ക്കും കാര്യമായ കരുതലുകളും സ്നേഹവും കിട്ടുന്നുമുണ്ട്. അവർ ആരാധനയ്ക്ക് വരുന്ന മാതാപിതാക്കൾ ആരാധനയ്ക്ക് വരുന്ന വിദേശ നിർമ്മിത കാറിൽ നല്ല വേഷം ധരിച്ച് വളരെ സന്തോഷത്തോടെ വരുന്നു. വേറൊരു വീട്ടിൽ 5 മക്കളുണ്ട്. ഈ 5 മക്കളെയും ഈ അമ്മച്ചി നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വിട്ടു. കാര്യമായ പുരോഗതിയൊന്നും വസ്ത്രത്തിൽ കാണുന്നില്ല, വാഹനം മെച്ചപ്പെട്ടിട്ടില്ല, നടന്നാ വരുന്നു, വടിയിടിച്ചാ വരുന്ന, ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. നമ്മുടെ ദൃഷ്ടിയിൽ ആരാ ഭാഗ്യവാൻ? നമ്മുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം, ആദ്യത്തെ അമ്മച്ചി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മളെ മക്കളെ വിടാത്തതും. പ്രൈസലോ, നമ്മൾ കയറി ഇരുന്നിട്ട് ഈ അമ്മച്ചിയോട് തന്നെ പറയും, സഭായോഗം കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി ബുദ്ധിമുട്ടൊക്കെ അമ്മച്ചിയുടെ പാവമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലർ ചെന്ന് ചെവി പറഞ്ഞു കൊടുക്കും, ഒന്നിനെയെങ്കിലും 4 അക്ഷരം പഠിപ്പിച്ച് എങ്ങോട്ടേലും വിട്ടായിരുന്ന ഇത്രയും ഗതികേട് വരുമോ എന്ന് ചോദിക്കുക. എന്നിട്ട് സഭായോഗത്തിന് കയറിയിരുന്ന് പ്രാർത്ഥിക്കും, ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തെക്കാളും. ഇതാ വ്യാജഭാവം. പ്രൈസലോ, അകത്ത് കയറിയിരുന്ന് എന്ത് ചെയ്യും? ആത്മാവിലാകും. പുറത്തിറങ്ങുമ്പോൾ യഥാർത്ഥ ഭാവം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ അഭിമാനത്തോടെ പറയും, ഒന്ന് US-ലും, ഒന്ന് UK-ലും, ഒന്ന് സ്വിറ്റ്സർലൻഡിലും, ഒന്ന് സിംഗപ്പൂരിലും. എന്നാൽ കാഴ്ചപ്പാടുള്ളവൻ പറയും, ഒന്ന് ഉത്തരാഞ്ചലിലും, ഒന്ന് ജാർഖണ്ഡിലും, ഒന്ന് ബീഹാറിലും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മക്കളെ വിടാൻ പറ്റിയില്ലെങ്കിൽ കൊച്ചുമക്കളെങ്കിലും വിടാൻ പ്രാർത്ഥിച്ചു തുടങ്ങും. അതിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, അത് മക്കളല്ലേ വളർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവേ, മക്കളെ വിടാൻ പറ്റിയില്ല, കൊച്ചുമക്കളെങ്കിലും വിടണമേ എന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുക. ദൈവമക്കളെ, ഈ വ്യാജഭാവമൊക്കെ ഒന്ന് മാറ്റണം. ദൈവത്തിന് ചിലരെ കണ്ടാൽ ആരാധനയ്ക്ക് വന്നാൽ വളരെ ശക്തമായിട്ട് ആരാധിക്കും, ആത്മാവിൽ നിറഞ്ഞ പരിസരം മറന്ന് കൈയടിച്ച് ആത്മാവിലായി ശക്തമായി ആത്മനിറവിൽ അവരിയ്ക്കുന്നത് കാണാൻ വളരെ സന്തോഷമായി. ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ്, കാരണം അങ്ങനെയൊക്കെ ഇരിക്കുന്നവരെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അറിയുമ്പോഴാണ് ഓർക്കുന്നത് ഇത്രയും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു ദേവദാസൻ നടന്ന സംഭവം ഈ അടുത്ത കാലത്ത് നടന്നതാ. സംഭവം പറയാൻ എനിക്ക് മടിയുണ്ട്, പേരും പറയാൻ മടിയുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു കുടുംബത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. ഗർഭിണിയായൊരു സഹോദരി, ഡേറ്റൊക്കെ അടുക്കാറായി. അപ്പോൾ വളരെ ക്ഷീണിതയായി ആ റെയിൽവേ സ്റ്റേഷൻ്റെ ബെഞ്ചിലിരിക്കുന്നു. ഭർത്താവും അടുത്തൊരു സഹോദരൻ കൂടെയുണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നവർ എന്ന് ചോദിച്ചോ. പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിതത്തിൽ ചില ബിസിനസ്സൊക്കെ ചെയ്തു, ഒത്തിരി പരാജയങ്ങൾ വന്നു, ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് പോകാനൊരിടവുമില്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ വല്ലാതെ വേദനിച്ച് ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, നിറവയറുമായിട്ടിരിക്കുന്ന ഡേറ്റ് അടുക്കാറായ ഒരു സഹോദരി ഈ ഇത്രയും പരിതാപകരമായൊരവസ്ഥയിൽ ആരും സഹായിക്കാനില്ലല്ലോ എന്നോർത്ത് ഈ ദൈവദാസൻ വിളിച്ചുകൊണ്ട് പോയി അവരുടെ സഭയിലെ അസിസ്റ്റൻ്റ് പാസ്റ്ററായിട്ട് ഇദ്ദേഹവും ഈ കൂടെ വന്ന സഹോദരനും നിന്നു. കാര്യങ്ങളൊക്കെ ചെയ്ത് സഹോദരി നല്ല ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്ത്. പിന്നീട് ആ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞത്, സ്വന്തം ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് മറ്റൊരാളുടെ കൂടെ ജീവിതം പങ്കുവെച്ച് നടക്കുക.
എങ്ങും പോകാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. സ്വന്തം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തി ലോകത്തിൽ അബദ്ധസഞ്ചാരണം ചെയ്യുന്ന ജീവിതം. കുറേ നാൾക്ക് ശേഷമാണ് ഇവർക്കിത് മനസ്സിലായത്. ഈ സഭക്കാർ പിന്നീട് എങ്ങനെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ്. അപ്പോഴത്തേക്കും ഈ സഹോദരി ഡെലിവറിയൊക്കെ കഴിഞ്ഞു. പിന്നീടാണ് അറിഞ്ഞത് ആ ദൈവദാസൻ തന്നെ ഭയപ്പെട്ടു പോയി. കാരണം ഇത്രയേറെ പൊയ്മുഖങ്ങൾ വെച്ച് കൈയടിക്കുന്ന ഒരുപാട് പേര് ആത്മീക ലോകത്തുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. സകലത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ നാം ഭയപ്പെട്ടു പോകും. ആമേൻ. ഞാൻ ഓർപ്പിച്ചത്, ദൈവമക്കളെ, ഒരായുസ്സേ ഉള്ളൂ. ഇത് വളരെ വേഗത്തിൽ തീർന്നു പോകും. കർത്താവിന് വേണ്ടി നിന്നത് മാത്രമേ നിനക്ക് അങ്ങേ തീരത്ത് പ്രതിഫലമായി വെളിപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 12-ാം ദിനത്തിൽ ഈ പ്രഭാതത്തിൽ ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുക. ഞാനൊരു ആത്മീയ ഉണർവിൻ്റെ സന്ദേശമല്ല പറയുന്നത്. എന്നാൽ അകത്ത് ചലനമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കർത്താവിനോട് ഇന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. പ്രാണപ്രിയനെ, ഒരു പൊയ്മുഖം വെച്ച ഒരു ജീവിതം എനിക്ക് വേണ്ട. ഒരു വ്യാജഭാവം വെച്ച ഒരു ജീവിതം എനിക്ക് വേണ്ട. ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതമാണ് എനിക്ക് വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൃഷ്ടാന്തം ഞാൻ ദൈവവചനത്തിൽ നിങ്ങളെ ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ഒരു സംഭവം പുതിയ നിയമത്തിൽ ആവർത്തിച്ച് എടുത്തു പറയുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് വളരെ പരിചിതനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന് യൂദയുടെ ലേഖനം അതിൻ്റെ 11-ാം വാക്യവും 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യവും. മതി. കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഇനി 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അവൻ അനീതിയുടെ കൂലി. പ്രൈസ് ദി ലോർഡ്. യൂദയുടെ ലേഖനത്തിൽ ബിലയാമിനെ കുറിച്ച് പറയുന്നത് കൂലി കൊതിച്ച്. എന്നാൽ പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്കും കൂടെ അഡീഷണലായിട്ട് ചേർത്തിട്ടുണ്ട്. എന്താ? അനീതിയുടെ കൂലി കൊതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവന് ആരാണ്? ഇങ്ങോട്ട് ശ്രദ്ധിക്കണമേ. ബിലയാം ആരാണ്? ദൈവത്തിന്റെ പ്രവാചകന. അഭിഷേക തൈലം തന്റെ തലമേൽ വീണവന. പലരുടെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയവന. പലരെയും പാപബോധത്തിലേക്ക് നയിച്ചവന. പലർക്കും തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത അഭിഷക്തനാണവൻ. പക്ഷെ ഇവിടെ പറയുന്നു, അവൻ അനീതിയുടെ കൂലി എന്ത് ചെയ്തു? ആ വാക്കിന് അടിവരയിടണം. അവന്റെ കൊതി ഇപ്പൊ എന്തിനാ കൊതിച്ചതവൻ? അനീതിയുടെ കൂലി അവൻ കൊതിച്ചു. ഇവൻ അനീതിയുടെ കൂലി കൊതിക്കാൻ കാരണം തന്റെ തലമേൽ വീണ അഭിഷേകത്തിന്റെ വില അവൻ മറന്നു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ബ്രിട്ടീഷ് രാഷ്ട്രം ഒരിക്കൽ വിക്ടോറിയ രാജ്ഞിക്ക് സമ്മാനിച്ചത് സ്റ്റേറ്റ് ഇമ്പീരിയൽ ക്രൗൺ എന്ന് പറയുന്ന മനോഹരമായൊരു കിരീടം നൽകി. യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ബുക്കിൽ വായിക്കാനിടയായത് ഇങ്ങനെയാണ്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ 3000 കോഹിനൂർ രത്നങ്ങൾ അതിൽ പതിച്ചാണ് കൊടുത്തതെന്ന്. ഒരു കോഹിനൂർ രത്നത്തിന്റെ വില കോടിക്കണക്കിന് രൂപയാണ്. ഇപ്രകാരം കോടിക്കണക്കിന് വിലയുള്ള 3000 കോഹിനൂർ രത്നങ്ങൾ പതിച്ച സ്റ്റേറ്റ് ഇമ്പീരിയൽ ക്രൗൺ എന്ന് പറയുന്ന മനോഹരമായ കിരീടം ബ്രിട്ടീഷ് രാഷ്ട്രം വിക്ടോറിയ രാജ്ഞിയുടെ തലയിൽ സമ്മാനമായി വെച്ചു കൊടുത്തു. എന്നാൽ ഇന്ന് പകലിൽ ആരാധനയ്ക്ക് വന്ന ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ദൈവവൈതലിന് ആനന്ദിക്കുവാൻ ഞാനൊരു വസ്തുത നിങ്ങളെ ഓർപ്പിക്കാം.
ബ്രിട്ടീഷ് രാഷ്ട്രം വിക്ടോറിയ രാജ്ഞിയുടെ തലയിൽ കൊടുത്ത കോടാനുകോടി വിലയുള്ള സ്റ്റേറ്റ് ഇമ്പീരിയൽ ക്രൗൺ എന്ന് പറയുന്ന മനോഹരമായ കിരീടത്തെക്കാൾ വിലയേറിയ അഭിഷേകമാണ് നിന്റെ തലമേൽ ദൈവം പൊട്ടിച്ചൊഴിച്ചത്. രക്തത്താൽ ജയം. ഈ അഭിഷേകത്തിന്റെ തൈലം തലമേൽ വീണ ദൈവമൈതൽ ആത്മാവിൽ വിളിച്ചു പറ ആമേൻ. പഴയ നിയമം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകനെയും പുരോഹിതനെയും രാജാവിനെയും അഭിഷേകം ചെയ്യുവാൻ തൈലക്കാരന്റെ വിധിപ്രകാരം കാച്ചിയുണ്ടാക്കിയ തൈലമാണ് ഉപയോഗിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സുഗന്ധലവംഗവും അയഞ്ഞമൂരും വയണത്തൊലിയും ഒലിവെണ്ണയും കൂടി ചേർത്തുണ്ടാക്കിയ മിശ്രിതം അതിന്റെ അളവിൽ കാച്ചിക്കുറുക്കി തൈലക്കാരന്റെ വിധിപ്രകാരം തൈലമുണ്ടാക്കിയാണ് പ്രവാചകനെയും പുരോഹിതനെയും രാജാവിനെയും അഭിഷേകം ചെയ്തത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നു, നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ അഭിഷേകം മണ്ണിൽ നിന്നെടുത്ത വയണത്തൊലിയുടെയും ഒലിവെണ്ണയുടെയും അയഞ്ഞമൂരിന്റെയും സുഗന്ധലവംഗത്തിന്റെയും മിശ്രിതമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലെ അഭിഷേകം ഉയരത്തിൽ നിന്ന് പൊട്ടിച്ചൊഴിച്ച ശക്തിയുടെ അഭിഷേകമാ. ഇന്ന് പകലിൽ അത് പ്രാപിച്ച ദൈവമക്കൾ സന്തോഷമുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ദൈവത്തിന്റെ പൈതലെ ഈ പകൽക്കാലം ഹൃദയം നിറഞ്ഞു നീ ആത്മാവിൽ വിളിച്ചു പറ, ഈ മണ്ണിൽ നിന്നെടുത്തൊരു അഭിഷേകമല്ല ഇത് വിണ്ണിലെ അഭിഷേകമാ, ഇത് ഉയരത്തിലെ അഭിഷേകമാ, ഇത് അത്യന്ത ശക്തി. Praise the Lord. Praise the Lord. തൈലക്കാരന്റെ വിധിപ്രകാരം കാച്ചി ഉണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായൊരു തൈലമല്ല എന്റെ തലമേൽ പൊട്ടിച്ചൊടിച്ചതെന്ന്. ആമേ. വിവരവും വെളിപ്പാടുമുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ അങ്ങനെ ഉള്ളവൻ ഉയരത്തിലെ അഭിഷേകം നിന്റെ തലമേൽ വീണു എന്ന് ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിവുള്ള ദൈവമൈതൽ ഈ പകൽ വില കുറഞ്ഞ ഒരു വാക്കവന്റെ അധരത്തിൽ വരത്തില്ല. വില കുറഞ്ഞ ഒരു കാര്യത്തിന് അവൻ കൂട്ടുനിൽക്കത്തില്ല. നിനക്കറിയാം, നീ അകത്ത മുറിയിലിരുന്നപ്പോൾ തൈലക്കാരന്റെ തൈലമല്ല വീണത്, സ്വർഗം തുറന്ന് നിന്റെ തലമേൽ പൊട്ടിച്ചൊഴിച്ച അഭിഷേകത്തിന്റെ അത്യന്ത ശക്തി. പണ്ടൊക്കെ സഭകളിൽ കാത്തിരിപ്പ് യോഗമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ അങ്ങ് അന്യമായി പോയി. എന്തിനാ കാത്തിരിപ്പ് യോഗം? ആത്മശക്തി പ്രാപിപ്പാനോ അഭിഷേകം പ്രാപിക്കാനോ ഒക്കെ. ഇപ്പം പണ്ട് സഭകളിലൊക്കെ ചെന്നിട്ട് ദൈവദാസന്മാർ ചോദിക്കും, അഭിഷേകം പ്രാപിക്കാനുള്ളവർ വല്ലോ ഉണ്ടോ? ഇപ്പൊ ചോദിച്ചു തുടങ്ങി, അഭിഷേകം പ്രാപിച്ചതുമല്ലോ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് തിരിച്ചറിവായി. ഇപ്പം നമ്മുടെ ലക്ഷ്യം മുഴുവൻ അവരെ പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കണം, മൾട്ടിനാഷണൽ കമ്പനി ജോലി കിട്ടണം, ഇതൊക്കെയുള്ളൂ നമ്മുടെ ലക്ഷ്യം. ഇതിനപ്പുറത്തേക്ക് എൻ്റെ കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചോ എന്നുള്ള ഭാരമൊന്നും ആർക്കും. എൻ്റെ ആത്മാവില്ലാത്തവൻ പറ എനിക്കുള്ളവൻ അല്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടണമെങ്കിൽ ആത്മശക്തി പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ട് നിനക്ക് രൂപാന്തരപ്പെടണമെങ്കിൽ നീ അഭിഷേകത്തിൽ നിന്നേ പറ്റൂ. പേരിന്റെ അപ്പുറത്തെ PhD ഒന്നും ഇതിന് നിദാനമാകത്തില്ല. 5 അക്ക ശമ്പളം ഇതിന് കാരണമായി തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളായ ദൈവമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് അന്വേഷിക്കുകയോ തിരക്കോ ഒന്നും വേണ്ട. ദൈവമക്കളെ കുറിച്ച് ഒരു പരാതിയുമില്ല, അവരെ കുറിച്ച് ഒന്നും തിരക്കേണ്ട കാര്യമേ ഇല്ല. അത് അവർക്ക് അപ്പോഴേ അറിയാം ദൈവമക്കളാണോ. പിന്നെ ആരും പരിസരങ്ങളിൽ പോയി ചോദിക്കത്തൊന്നുമില്ല, കാരണം അവർക്കൊരു നിലവാരമുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്കേണ്ട ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. വ്യാജഭാവം. പ്രൈസ് ദി ലോർഡ്.
കയ്യടിയുണ്ട്, ആത്മാവുണ്ട്, അഭിഷേകമുണ്ട്, ആത്മനിറവുണ്ട്, പ്രവചനമുണ്ട്, ദൂതുണ്ട്, വെളിപ്പാടുണ്ട്. പക്ഷെ അകത്ത് ആഴമേറിയ മാനസാന്തരം സംഭവിച്ചിട്ടില്ല, രൂപാന്തരം വന്നിട്ടില്ല. വ്യാജഭാവത്തിന്റെ പൊയ്മുഖങ്ങളെ വലിച്ചു കീറിയിട്ട് ആത്മാവിൽ വിളിച്ചു പറ, ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും എന്റെ കർത്താവിന്റെ സന്നിധിയിൽ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്താൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എത്ര പേരെ ഹൃദയത്തിൽ അതിന് താല്പര്യമുണ്ട്? ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വിശ്വസ്തനായിട്ടൊന്ന് ജീവിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പൊത്തിപ്പേറിന്റെ ഭാര്യയ്ക്ക് ഇന്നും പുച്ഛമായി യോസഫിനെ. കാരണം കയ്യിൽ കിട്ടിയ ഉന്നതമായ സ്ഥാനമാനങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുത്തിയിട്ട് പോയി കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസഫ്, അവൾക്കിന്നും പുച്ഛമാ. പക്ഷെ യോസഫിനറിയാം, പാപം ചെയ്തിട്ട് കൊട്ടാരത്തിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് വിശുദ്ധിക്ക് വേണ്ടി നിന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്നതാ. അതവന്റെ ഹൃദയത്തിനകത്തൊരു തിരമാലയായിട്ട് അടിച്ചുയരുകയാ. ആമെ അശുദ്ധിയുടെ ഓഹരി പറ്റിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഭക്തനായി നിന്ന് പൊയ്മുഖം കാണിച്ച് കൊട്ടാരത്തിലെ ഗ്രഹവിചാരകനായി സ്ഥാനമാനങ്ങൾ നേടി പൊത്തിപ്പേറിന്റെ കണ്ണിൽ പൊടിയിട്ട് അവന്റെ ഭാര്യയുമായി രഹസ്യവേഴ്ച നടത്തി ജീവിച്ച് ഈ ലോകത്തിൽ സ്ഥാനമാനങ്ങൾ നേടി ജീവിക്കാമെന്നല്ല യോസഫ് വിചാരിച്ചത്. ഉടുതുണി നഷ്ടപ്പെട്ടെങ്കിലും അവൻ ഒരു കാര്യം ഉറപ്പായിരുന്നു, എന്നെ തേജസ്സിന്റെ അങ്കി ധരിപ്പിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ടെന്ന് അവൻ ആത്മാവിൽ കണ്ടുകൊണ്ട് അവൻ ധൈര്യത്തോടെ പറഞ്ഞു, ലോകമേ നീ എന്റെ പുറകിലാ, യേശുവാണ് എനിക്ക് മുൻപിൽ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിനങ്ങളായത് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനുള്ള നിമിഷങ്ങളാ. ഇന്ന് പകൽ നീ വിളിച്ചു പറ, ലോകത്തിൽ ഒന്നുമായില്ലെങ്കിലും, ഒരു പദവിയും എനിക്കുണ്ടായില്ലെങ്കിലും, ഒരു സ്ഥാനമാനങ്ങളും കിട്ടിയില്ലെങ്കിലും, ആരും ആദരിച്ചില്ലെങ്കിലും, ആരും ബഹുമാനിച്ചില്ലെങ്കിലും, നിന്റെ ഹൃദയത്തിൽ നിന്ന് തീരുമാനത്തോടെ നീ ആത്മാവിൽ വിളിച്ചു പറ, ലോകത്തെ പിറകിലെറിയുവാനും ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കാനും ആത്മാവിന് അനുരൂപരായി നടക്കാനും കൃപ ലഭിച്ച ദൈവസഭ ആത്മാവിൽ വിളിച്ചു പറ, ഈ ആയുസ് എന്റെ കർത്താവിന് മാത്രമുള്ളതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ ബിലെയാമിന്റെ ചരിത്ര സംഭവം, ആ ഭാഗങ്ങൾ വളരെ സവിസ്തരമായിട്ട് വിവിധ അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ സംഖ്യാപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പഴയ നിയമത്തിലെ ഈ സംഭവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യൂദയുടെ ലേഖനം എടുത്തു പറയുന്നു, പത്രോസിന്റെ ലേഖനം എടുത്തു പറയുന്നു. മാത്രമല്ല വെളിപ്പാടിലും ഈ പരാമർശം നാം കാണുന്നു. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 4 പ്രൈസ് ദി ലോർഡ്. ഇത് എന്ന് നടന്ന സംഭവമാ? ബിലെയാം ഇങ്ങനെ വിഗ്രഹാർപ്പിതം തിന്നാനും ജാതികളുമായി ഇടകലരാനും ഒക്കെ ജനത്തെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയത്തില്ല. ബാലാക്കിനോട് പറഞ്ഞു കൊടുത്ത വാക്കാ, ഇവരെ ദൈവത്തിന്റെ ജനമാ, ഇവർ വിശുദ്ധ ജനമാ, ഇവരെ യുദ്ധം ചെയ്ത് നിനക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയുകയില്ല. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ മേഖല ഇടിച്ചിട്ട് നിനക്കകത്ത് കയറാം. ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഭക്തനായിട്ട് ആര് നടക്കുന്നത്? ആർക്കൊക്കെ എതിരായിട്ട് ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് ഇന്ന് പകൽ ശോധന ചെയ്യണം. രക്തത്താൽ ജയം. കാണുമ്പം ആമെ കൈകുലുക്കുന്നതല്ല ക്രിസ്ത്യ ജീവിതം. കർത്തൃമേശ കഴിഞ്ഞിട്ട് അമർത്തി കൊടുക്കുന്ന ചുംബനവുമല്ല ക്രിസ്ത്യ ജീവിതം. ഇന്ന് പകൽ അതിനപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ആരോടൊക്കെ നീ അകത്ത് വൈരാഗ്യം വെച്ച് പെരുമാറിയിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനസാക്ഷിയുടെ കോടതി ഇന്ന് കുറ്റം വിധിക്കുമ്പോൾ ഏറ്റുപറയാൻ എത്ര പേർ തയ്യാറാകും? അനാത്മികരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലർ പറയും തിരുവനന്തപുരം പാളയം ദൈവസഭയിലെ വിശുദ്ധന്മാരുടെ കാര്യമൊന്നുമല്ല, അടൂരെ കാര്യം. ഞാൻ അടൂരെ കാര്യം അടൂര് പറയാം.
ഇപ്പൊ പറയുന്ന ഇവിടുത്തെ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് പറയുന്നതെല്ലാം ഇവിടുത്തെ കാര്യമാണ്. ആർക്കൊക്കെ വ്യാജഭാവം ഉണ്ടെന്ന് അവരൊരു തീരുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചുംബനം കൊടുത്താൽ സ്നേഹമാകത്തില്ല. ആമേ കൈ കൊടുത്താൽ അത് സ്നേഹമാകത്തില്ല. അത് വിശുദ്ധിയിൽ കൊടുത്താലേ ദൈവത്തിന് പ്രസാദമാകത്തുള്ളൂ. ഇനി നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും ലോകം നമ്മെക്കുറിച്ച് മോശമായിട്ട് പറയാം. അത് നമുക്ക് വിഷയമേ അല്ല. നമ്മുടെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്. സകലത്തിൻ്റെയും വീഡിയോ പ്രിന്റ് ആരുടെയിലുണ്ട്? പറ, ഉണ്ടോ? ഉണ്ടെന്ന് ഇപ്പോഴാണോ ഓർമ്മ വന്നത്, അതോ നേരത്തെ ഓർമ്മയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പറയുന്ന സകല നിസ്സാര വാക്കിനും എന്ത് ചെയ്യണം? ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണോ? ഒരു ഫ്രേസ് ആണോ? ഒരു ഭംഗിവാക്കാണോ? ആണോ? അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ നിസ്സാരമെന്ന് പറഞ്ഞ പല വാക്കിനും ആമേൻ ദൈവസനെ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നും. വക്രനോട് ദൈവം ദയാലുവോടോ? ദൈവം ദയാലുവാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുറ്റമില്ലാത്ത ഒരു മനസാക്ഷിയുമായിട്ട് ദൈവസനെ നിൽക്കാൻ കഴിയുന്നെങ്കിൽ അതുപോലൊരു ഭാഗ്യം വേറെ ഇല്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ ഒത്തിരി അസ്വസ്ഥതയോടുകൂടിയാണ് വന്നത്, എനിക്കിന്നൊരു സ്വസ്ഥത തന്നെന്ത് ചെയ്യണം? ഈ ശരിയായിട്ട് ദൈവവചനം കേട്ട് ഉള്ളിൽ ഗ്രഹിക്കുകയാണെങ്കിൽ സ്വസ്ഥത പോകുക ചെയ്യുന്നത്. കാരണം കുറ്റബോധം അകത്ത് കയറുമ്പോൾ നമ്മുടെ സ്വസ്ഥത എന്ത് ചെയ്യും? നമ്മൾ വരുന്നത് എന്തിനാ? കൃപയാൽ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു സ്വസ്ഥത കേടും ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ ജനമേ, വചനം കേൾക്കുമ്പോൾ അത് നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് കേട്ട് നിനക്ക് സ്വസ്ഥത പ്രാപിക്കാം. പക്ഷേ ജീവിതത്തിൽ ദൈവാത്മാവ് വിരൽ ചൂണ്ടിയ ചില വിഷയങ്ങൾ, അതിനു മുമ്പിൽ നീ അസ്വസ്ഥനാകണം. ഇന്ന് പകൽ അസ്വസ്ഥതയുള്ള എത്ര പേരുണ്ട്? കൈയൊന്നും ഉയർത്തണ്ട. ഉള്ളവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഒരസ്വസ്ഥത മനസ്സിലുണ്ടോ? കർത്താവേ, ക്രമീകരണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്, ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ജീവിതത്തിൽ കുറവ് സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരസ്വസ്ഥതയുണ്ട്. അതുകൊണ്ടല്ലേ ഈ ദൈവമക്കൾക്ക് ഈ അട്ടഹസിക്കാനും സന്തോഷിക്കാനും ഒന്നും കഴിയാത്ത. കാരണം അവരെപ്പോഴും അവരുടെ ഉള്ളത്തിൽ അസ്വസ്ഥതയാണ്. ഈ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങൾ ഓർത്തുള്ള അസ്വസ്ഥയൊന്നുമല്ല. ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജയജീവിതം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള പറ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകമനുഷ്യനെ പോലെ നമുക്ക് അട്ടഹസിച്ച് ചിരിക്കാനോ സന്തോഷിക്കാനോ വല്ലതും പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. കാര്യമായ തകരാറിൻ്റെ വാക്കിലാണ് നീ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ പല മേഖലകളിലും സ്വസ്ഥതയ്ക്ക് പകരം എന്തുണ്ടാകും? അസ്വസ്ഥതയുണ്ടാകും. അതാ വിടുതലിൻ്റെ ലക്ഷണമാണ്. അത് ദൈവപ്രവൃത്തിയുടെ ലക്ഷണമാണ്. അത് ക്രമീകരണം തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തലയിൽ വീണ അഭിഷേകത്തിന്റെ വില തിരിച്ചറിയാതെ കൂലി കൊതിച്ചു. രണ്ടാമത് ആത്മാവ് എടുത്തു പറയുന്നു, അനീതിയുടെ കൂലി കൊതിച്ചു. പ്രൈസ് ദി ലോർഡ്. ന്യായമായത് മതി എന്ന് പറയാൻ എത്ര പേരുണ്ട്? അന്യായമായത് എൻ്റെ വീടിനകത്ത് കൊണ്ടുവരുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ദൈവകൃപയ്ക്ക് ചേരാത്തത്, എൻ്റെ വീട് പണി നടന്നില്ലേലും ദൈവകൃപയ്ക്ക് ചേരാത്ത ഒരു നയാ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുകയറാൻ ഇടയാകരുത്. മാറി മാറി ഉടുക്കാൻ ഡ്രസ്സില്ലെങ്കിലും അശുദ്ധിയുടെ ഓഹരി എനിക്ക് വേണ്ടെന്ന് പറയാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ചില നല്ല വീടൊക്കെ പണിയും. ചില വീട്ടിലൊക്കെ ചെന്നാൽ 100 വോൾട്ടിൻ്റെ ബൾബ് കത്തിക്കിടന്നാൽ എന്താ? ദൈവമൊക്കെ അറിയാം, അഭിഷിക്തന്മാർക്കറിയാം. ചില വീട്ടിൽ ചെല്ലുമ്പോഴേ ആ വീടിൻ്റെ ആ അന്തരീക്ഷം. ചില വീട്ടിൽ ചെന്നാൽ 100 വോൾട്ടിന് ബൾബ് കത്തിക്കിടന്നാൽ ഒരു അന്ധകാരമാണ്. എന്നാന്നറിയാമോ? അകത്തുനിന്ന് ദൈവസാന്നിധ്യം എന്ത് ചെയ്തതാ? പോയതാ.
പ്രൈസലോ. ഞങ്ങളുടെ അടുത്തൊരു വീട്, അവർ ദീർഘവർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്തിട്ട് വിശ്രമ ജീവിതത്തിനായി നാട്ടിൽ വന്നു. അപ്പം 10-12 വർഷം മുമ്പ് 1 കോടി രൂപയോളം മുടക്കി അവരൊരു വീട് വെച്ചു. ഞാനൊരു ദിവസം അവിടെ കാണാൻ ചെന്നപ്പം ആ വീടിൻ്റെ ഹോളിനകത്ത് മാത്രം ഫാൻസി ലൈറ്റ് ഇട്ടത് 12 വർഷം മുമ്പ് ഫാൻസി ലൈറ്റ് ഇടാനായിട്ട് 4 ലക്ഷം രൂപ ഉപയോഗിച്ചു. ഫാൻസി ലൈറ്റിന് മാത്രം. അമ്മച്ചി പറഞ്ഞത് ലൈറ്റ് സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞത് 4 ലക്ഷം രൂപയായി ഫാൻസി ലൈറ്റിന് മാത്രം. എന്നിട്ട് അമ്മച്ചി ഒരു സങ്കടം കൂടെ പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഫിനിഷിങ് ഇതുവരെയും ആയില്ലെന്ന്. തെളിയാതെ നിൽക്കുക ഇപ്പോഴും. പ്രൈസലോ. ഫിനിഷിങ് ശരിയാകാത്ത വല്ലോ ഇരിപ്പുണ്ടെങ്കിൽ ഇതൊരു മേശരിയും കൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല കേട്ടോ. അഴിച്ചു പണിയാൻ കൊടുത്തേ പറ്റൂ. നമ്മുടെ വിചാരം എന്താണെന്നറിയാമോ? ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന നല്ലൊരു ആളെ കണ്ടുപിടിച്ചാൽ നമ്മുടെ വീടിനകം എന്ത് ചെയ്യുന്ന തെളിയുമെന്നാ. നിങ്ങളുടെ പട്ടണത്തിൽ എത്ര പേരുണ്ടെന്നറിയാമോ? നമ്മുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ പറയാം ദൈവമക്കളെ, ഇനി എന്തെല്ലാം ഡിസൈൻ ചെയ്താൽ ഇത് തെളിയണമെങ്കിൽ, ആമേൻ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ് യേശു അകത്ത് വരണം. യേശു വരാത്തതൊന്നും എന്ത് ചെയ്യത്തില്ല. പറ. പ്രൈസ് ദി ലോർഡ്. വിവാഹമൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ലയോ, ചെറുക്കനും പെണ്ണും കൂടെ സ്റ്റേജ് വരുമ്പോഴത്തേനും നമ്മളിവിടെ നിന്ന് ആശ്വസിക്കുന്നത് നമ്മുടെ നടുവിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനിക്കുന്നത്. ചെറുക്കനും പെണ്ണും കൂടെ സ്റ്റേജ് വരുന്നുണ്ടെ ചെറുക്കൻ്റെ അമ്മ ഇങ്ങനെ പെണ്ണിനെയും ചെറുക്കനെയൊക്കെ കൊണ്ട് നടന്ന് കൈക്ക് പിടിച്ച് വിളക്ക് ഇങ്ങനെ കത്തിക്കും. 7 തിരിയൊക്കെ ഇട്ടിട്ട് ജീവിതമെന്നും പ്രകാശമാകട്ടെ എന്ന് പറഞ്ഞ് കത്തിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറയും ഞങ്ങളുടെ നടുവിൽ ഇതൊന്നും ഇല്ലെന്ന്. ഞാൻ എറണാകുളത്ത് കഴിഞ്ഞ വർഷം ഒരു കല്യാണത്തിന്, നമ്മുടെ ആൾക്കാരുടെ ഒരു കല്യാണത്തിന് പോയി, അവിടെ ഇത് കത്തിച്ചു. അതുകൊണ്ട് താമസിക്കാതെ തിരുവനന്തപുരത്തും വരും. എന്നാൽ ആരെന്തോ ചെയ്യും, നല്ല കാര്യം എന്ത് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മൾ വളരെ റിസർച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ നടുവിൽ വരാൻ ചാൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പെണ്ണിനെയും ചെറുക്കനെയും കൂടെ ഇരുത്തിയില്ല, കസേരയിലും ഒന്നും ഇരുത്തിയില്ല. കല്യാണത്തിന് ശുശ്രൂഷയ്ക്ക് വിളിച്ച ദേവദാസനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അപ്പുറം ഇപ്പുറം പെണ്ണിനെയും ചെറുക്കനെ നിർത്തിയിട്ട് വെസ്റ്റേൺ സ്റ്റൈലിൽ 11:30 കല്യാണം തുടങ്ങി. 11:50 കല്യാണം തീർന്നു. 20 മിനിറ്റ് കൊണ്ട് എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞു. 11:50 മുതൽ 1 മണി വരെ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രോഗ്രാം. എവിടെയാണ് നീ എത്തി നിൽക്കുന്നതെന്ന് നീ ഓർക്കണം. സഭായോഗത്തിന് വെച്ച് തമ്പേറടിക്കുമ്പം കുലുങ്ങിയാൽ അത് വ്യാജഭാവമാണ്. നിന്റെ അകത്ത് പാപബോധത്തിൻ്റെ കുലുക്കമുണ്ടാകണം. അകൃത്യത്തെ നീ വിട്ടുകളയണം. നിനക്ക് വിദേശത്തൊക്കെ പോയി 4 പുത്തൻ ദൈവം തന്നത് ധാഷ്ട്യം കാണിക്കാനല്ല, വീണ് കരയാനാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കാണിച്ചിട്ടും കയറി വന്ന് സഭായോഗത്തിനങ്ങോട്ട് കയറി നിർത്താതെ സ്തോത്രവും പറയും, ആത്മാവിലുമാകും. ഇതിൻ്റെ പേരാ വ്യാജഭാവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഒന്നും പ്രകസനം കാണിക്കണ്ട. നിന്റെ ഹൃദയം ഒന്ന് നിർമ്മലമാക്കും. പിശാച് വിറച്ചിട്ട് പോകുന്നത് ആമേ നിന്റെ കയ്യടിയുടെ മുമ്പിലല്ല, നിന്റെ അകത്ത് ആമേ നീ പ്രാപിച്ച അതിവിശുദ്ധ വെളിപ്പാടില. ലോകത്തോട് ഇടകലരാതെ നിൽക്കുന്ന ഒരു ജനത്തെയാ ദൈവത്തിന് ആവശ്യം. പാപത്തെ വെറുക്കുന്നവനെയാ ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. എത്ര വിളക്ക് കത്തിച്ചാലും എത്ര തിരി തെളിച്ചാലും ആമേ അന്ധകാരം മാറത്തില്ല. കർത്താവ് അകത്ത് വന്നാൽ മെഴുകുതിരി വെട്ടം മതി, അവിടെ ആ തേജസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബിലെയാം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവാചകൻ തൻ്റെ തലമേൽ വീണ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിൻ്റെ വില തിരിച്ചറിയാതെ അനീതിയുടെ കൂലി എന്ത് ചെയ്തു? കുതിച്ചു. ലോകത്തിൻ്റെ സ്വാമേൻ ഭൗതിക തലങ്ങളിലേക്ക് അവനെ വശീകരിക്കാൻ ആമെ പറ്റുമെന്ന് പിശാചിന് ബോധ്യപ്പെട്ടപ്പോൾ അവനെ വലിച്ചങ്ങോട്ട് അടുപ്പിച്ചു പിശാച്. പക്ഷേ ഇതെന്ന് നടന്നതാ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയ നിയമത്തിൽ ഒരു ചരിത്ര സംഭവമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ആത്മവിവശനായപ്പോ സ്വർഗം പറഞ്ഞു കൊടുത്തു, ആമേ ഒളിച്ചിരിക്കുന്ന ഒരുത്തൻ അവിടെ ഉണ്ട്. ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽ ഓർക്കുക, സകല രഹസ്യങ്ങളും വെളിപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
വെളിപ്പാട് 2:14 എന്താ വായിച്ചത്? 2:14. 14. ഇസ്രായേൽ മക്കൾ തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെച്ചു കൊടുത്ത ആര്? പ്രൈസ് ദി ലോർഡ്. ആരാ ഇടർച്ച വെച്ചു കൊടുത്തത്? ആരാ? ബിലെയാം എന്ന് പറഞ്ഞു നിർത്തരുത്. ദൈവത്തിന്റെ അഭിഷക്തൻ, പ്രവചന ശുശ്രൂഷ ചെയ്ത കനകാംബാര്യമുള്ള അഭിഷക്തൻ, ജനത്തെ പാപബോധത്തിലേക്ക് നയിച്ച ദൈവത്തിന്റെ പ്രവാചകൻ, അവനെ ആരും അറിയാതെ അകത്തിടർച്ച വെച്ചു കൊടുത്തു. ദൈവാത്മാവായി ഇത് പകൽ സംസാരിക്കുന്നത്. ആരും അറിഞ്ഞില്ലെന്ന് വിചാരിക്കരുത്, ആരും കണ്ടില്ലെന്ന് വിചാരിക്കരുത്, ആരും ഈ രഹസ്യം അറിഞ്ഞില്ലെന്ന് വിചാരിക്കരുത്. പത്മോസിന്റെ ഏകാന്തതയിൽ ആത്മാവ് ഇത് വെളിപ്പെടുത്തും. മറയ്ക്കാൻ പറ്റുമോ? പാസ്റ്ററെ മറയ്ക്കാം, സെൻട്രൽ പാസ്റ്ററെ മറയ്ക്കാം, നേതൃത്വത്തെ മറയ്ക്കാം, ലോകത്തെ മറയ്ക്കാം. പക്ഷേ വെളിപ്പാടിന്റെ ചുരുളുമായിട്ട് സർവശക്തൻ യോഹന്നാന്റെ അടുത്തോട്ട് ഇറങ്ങിച്ചെന്നപ്പം ഇതത്ര ഗൗരവമുള്ള വിഷയമാണോ? അങ്ങ് പഴയ നിയമത്തിൽ സംഭവിച്ചതല്ലയോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതല്ലയോ? ബിലെയാം എന്നൊക്കെ ഒളിച്ചിരിക്കാം, പക്ഷേ സകല രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുതോ. നിന്റെ വ്യാജഭാവം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. എത്ര പേർ ഭയത്തോടുന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തും? എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും? കഴിഞ്ഞകാല ജീവിതത്തെ ശോധന ചെയ്തിട്ട് കർത്താവേ, ഒരു പൊയ്മുഖം വെച്ച വ്യാജമായ ജീവിതം, ഇത് എടുത്തു പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ദൈവമില്ലാത്തവനായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തത്തില്ലായിരുന്നു. പാപിയായ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ് ദൈവാത്മാവിടെ എടുത്തു പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രവചിച്ചോണ്ട് നടന്നവൻ വ്യാജഭാവം കാണിച്ചതാ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഈ ബാലാക്ക് മോവാബി രാജാവാ. ഇസ്രായേൽ ജനം മോവാബിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാ, അതിരോളം അടുത്തു വരികയാ. ബാലാക്കിന്റെ ഉള്ളിൽ ഒരു ഭീതി വന്നു. Praise the Lord. ഈ ജനം ഇവിടെ കേറിയാൽ, ഈ ദേശത്ത് കേറിയാൽ, അവിടെ പറയുന്നുണ്ട് ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. കാള വയലിലെ പുല്ല് നക്കി കളയുന്ന പോലെ എന്ത് ചെയ്യും? നമുക്കറിയാമല്ലോ, പശുവിനെയോ കാളയോ ഒക്കെ നമ്മൾ പുല്ലിൻ്റെ അടുത്ത് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അന്ന് അവിടെ എന്ത് കാണില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇവൻ കേറിയ പിന്നെ നമ്മൾ ഇല്ല. ഈ ഭീതിയാണ് ബാലാക്കിനെ ഭയത്തിലേക്ക് നയിച്ചത്. അപ്പം അവൻ നോക്കിയപ്പോൾ യുദ്ധം ചെയ്ത് ഇവരെ ജയിക്കാനായിട്ട് കഴിയില്ല. പിന്നെ ദൈവത്തിൻ്റെ പ്രവാചകനെ ഇതിൻ്റെ രഹസ്യം അറിയാനായിട്ട് അവൻ സമീപിക്കുക ചെയ്യുന്നത്. പ്രഭുക്കന്മാരെ അവൻ്റെ അടുത്ത് വിട്ടു ബാലാക്ക്. ചെന്നിട്ട് ബിലെയാമിനോട് കാര്യങ്ങൾ പറഞ്ഞു, സമ്മാനങ്ങളുടെ ലിസ്റ്റ് അങ്ങ് കൊടുത്തു. അത് അനീതിയുടെ കൂലി. ന്യായമായത് മതിയെന്നൊരു ദൈവപൈതൽ പറഞ്ഞാൽ അവനെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് തഴച്ചു കൊഴുത്ത് കയറി വന്നാലും ന്യായം വിധിക്കാതെ ദൈവം നിന്നെ വിടുകയില്ലെന്ന് ഒരു സത്യം നീ അറിഞ്ഞേ ഇവിടുന്ന് പോകാവൂ. പ്രൈസ് ദി ലോർഡ്. ഈ സമ്മാനങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ബിലെയാം ദൈവത്തിന്റെ പ്രവാചകനല്ലേ? അല്ലേ? അവന് ഒരു കാര്യത്തിനും ദൈവത്തോട് ആലോചന ചോദിക്കാതെ എന്ത് ചെയ്യത്തില്ല, പോകില്ല. അതുകൊണ്ട് ബാലാക്ക് ആളെ അയച്ചപ്പം ബിലെയാം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചു. അപ്പം ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 24 അധ്യായത്തിന്റെ 4 വാക്യം ഒന്ന് വായിച്ച സംഖ്യാപുസ്തകം. ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ
ദൈവത്തിന്റെ ദർശനം ദർശിക്കുന്നവൻ, മതി മതി, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തന്റെ ദർശനം ആരാ? ബിലയാം. ഇവൻ എപ്പോഴും ദൈവത്തിന്റെ ശബ്ദവും കേൾക്കും, ദർശനവും കാണും. ആ ലെവലിൽ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് ആര്? പക്ഷേ ആ ലെവലിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും പുറകിൽ ബാലാക്കിന്റെ ഒരു കണ്ണുണ്ടെന്ന് മറക്കരുത്. രക്തത്താൽ ജയം. ഇന്ന് പകൽ നീ എത്ര ഉന്നതാവസ്ഥയിൽ ആത്മീയ നിലവാരത്തിൽ ഉയർന്നു വന്നാലും നിന്നെ ശ്രദ്ധിക്കുന്ന ഒരു പൈശാചിക നോട്ടമുണ്ടെന്ന് മറക്കരുത്. അമ്മ തോറ്റു കിടക്കുന്നവനോനല്ല പിശാചിന് തന്ത്രം, ജയിച്ചു നിൽക്കുന്നവനോടാ. ഈ ജീവിതത്തിൽ ക്രമീകരണമൊന്നുമില്ലാതെ പാട്ട് പാടുക, പറവോന് ഞാനിനി അടിമയല്ല. അന്നേരം പിശാച് എന്തോ പറയുമെന്നറിയോ? എൻ്റെ തിണ്ണക്കിരുന്നുകൊണ്ടാ പാടുന്നത്, അതുകൊണ്ട് നീ ഇഷ്ടം പോലെ പാടിക്കോളാൻ പറയും. ഇവിടുന്ന് എഴുന്നേറ്റിട്ട് പാടിയാലേ ഞാൻ നിന്റെ പുറകെ എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. അവൻ്റെ തിണ്ണക്കിരുന്നുകൊണ്ട് നീ എത്ര ഡ്രം അടിച്ചാലും അവന് ഒരു പ്രശ്നവും ഇല്ല. പൈസലോ ചില പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാനും നീയും കൂടെ ഇല്ലേ ഇറങ്ങിയത്, എനിക്ക് വലിയ പോരാട്ടമൊന്നും. അതാ നിന്റെ വിഷയം തന്നെ. പ്രൈസലോ ഓർക്ക് ആ പറവോൻ്റെ തിണ്ണക്കിരുന്നുകൊണ്ട് പറവോന് ഞാനിനി അടിമയല്ലെന്ന് പറയുന്നുണ്ടേ. പിശാച് പറയുന്നത് ഇവനെപ്പോലൊരു മന്ദബുദ്ധി വേറെ ഇല്ലെന്നാ. കാരണം ആരുടെ മുറ്റത്തിരുന്നാ പാടുന്നേ? അതുകൊണ്ട് പറഞ്ഞ് ഇഷ്ടം പോലെ പാടിക്കോ, ഇഷ്ടം പോലെ വേദികളിൽ പോയി പ്രസംഗിച്ചോ, പക്ഷെ ഇരിപ്പെവിടാ? എൻ്റെ തിണ്ണയ്ക്ക. അത്രത്തോളം കാലം ഞാൻ നിന്നോട് യാതൊരു വിഷയത്തിനും വരത്തില്ല. ചിലർ പറയുന്നുണ്ട് ഒത്തിരി അങ്ങ് അടുക്കാനൊന്നും പോകണ്ട, അടുത്താലായി കുഴപ്പമെന്ന്. അങ്ങനെ അടുത്തവർക്കൊക്കെ കുഴപ്പമാണ്. പ്രൈസലോ ഈ കുഴപ്പത്തിനകത്തൊരു സുഖമുണ്ട്. കുറേ പേരുടെ അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും ഞാൻ ഓർത്തു പോകും, എത്ര നന്നായി ജീവിച്ചു, എന്നും അഗ്നിശോധനയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉത്തരം കർത്താവിൻ്റെ സന്നിധിയിലേ ഉള്ളൂ. പലതിനും നമുക്കിവിടെ ഉത്തരങ്ങളില്ല ദൈവമക്കളെ. ഇവിടുത്തെ ഒത്തിരി ശാസനകളും നിന്ദകളും നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ കാര്യം നിന്റെ ഹൃദയം നിർമ്മലമായിരിക്കട്ടെ. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. സാധുവിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബിലയാം ദൈവ സർവശക്തന്റെ അരുളപ്പാട് കേൾക്കുന്നവനും ആമേൻ ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചവനുമാണ്. പക്ഷേ ഇപ്പം ഇവൻ്റെ നോട്ടം എന്ത് ചെയ്തു? ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അനീതിയുടെ കൂലിയിലേക്ക് അവൻ നോക്കി. ഭൗതികതയുടെ ലിസ്റ്റ് കണ്ടപ്പോൾ ആമേൻ ഇവൻ ദൈവത്തിൻ്റെ പ്രവാചകനായതുകൊണ്ട് പ്രാർത്ഥിക്കാതെ പോകാനും പറ്റില്ല. ഇവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്താ പറഞ്ഞേ? എന്നോട് ശ്രദ്ധിച്ചാൽ എന്ത് പറഞ്ഞു ദൈവം? പോകരുത്. ബിലയാം ഇതനുസരിച്ചിട്ട് ജനത്തെ വന്ന പ്രഭുക്കന്മാരോട് പറഞ്ഞു, ദൈവം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റത്തില്ലെന്ന്. എന്നാൽ നിങ്ങൾ ആ ഭാഗം 22-ാം അധ്യായം പഠിച്ചു നോക്കണം. ഒരാഴ്ച കഴിഞ്ഞപ്പം, ഒരാഴ്ച എന്നൊന്നും അവിടെ ഇല്ല, കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അധികം ശ്രേഷ്ഠന്മാരായവരെ ആരയച്ചു? ബാലാക്ക് അയച്ചു. ഇനി ഒരാഴ്ച എന്ന് വെക്കാൻ നമുക്ക്. ഒരാഴ്ച കഴിഞ്ഞപ്പം ബാലാക്ക് അധികം ശ്രേഷ്ഠന്മാരായവരെ എന്ത് ചെയ്തു? ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഓർത്ത് പോയി, നമ്മൾ ഒന്നേ വിളിക്കത്തുള്ളൂ, പിശാച് വരുവോളം വിളിക്കും. പ്രൈസല്ലോ നമ്മൾ ഒറ്റ പ്രാവശ്യം പറയും ഉപവാസപ്രാർത്ഥന ഉണ്ട്, പിന്നെ അവർ വന്നില്ല, നമ്മളെ ഭാഗത്തോട്ട് പോലും എന്ത് ചെയ്യത്തില്ല. നമ്മൾ പലരും പറയുന്നത് ഒരു വട്ടം പോലും പറഞ്ഞില്ലല്ലോ എന്ന്. പ്രൈസല്ലോ ഒരു വട്ടം പറഞ്ഞു വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല. പക്ഷെ പിശാച് വരുവോളം എന്ത് ചെയ്യും? വിളിച്ചുകൊണ്ടിരിക്കും. ഈ 2-ാം പ്രാവശ്യം അധികം ശ്രേഷ്ഠന്മാരായവരെ വിട്ടു. കാരണം നേരത്തെ ചെന്നവരുടെ സ്ഥാനത്തിനോ മാനത്തിനോ വല്ലതും കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ പേര് വരാതിരിക്കണ്ട എന്നും പറഞ്ഞ് ഏറ്റവും ഉന്നതരായവരെ തന്നെ വിട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, 2-ാം പ്രാവശ്യം ബാലാക്ക് അയച്ച ആൾക്കാർ ചെന്നപ്പോഴും ബിലയാം എന്തോ ചെയ്തു? പറ. പ്രാർത്ഥിച്ചു ദൈവത്തോട്. എന്തിനാ പ്രാർത്ഥിച്ചേ? പറഞ്ഞേ. ദൈവാലോചന ഉണ്ടോന്ന് അറിയാൻ. കഴിഞ്ഞ ആഴ്ച ദൈവം എന്തോ പറഞ്ഞേ? പോകണ്ടാന്ന്.
അപ്പൊ പിന്നെയും വന്ന് ആലോചന ചോദിച്ചത് എന്താ? ഞാൻ പറയാം. ഈ ഒരാഴ്ചക്കകത്ത് ബിലയാമിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പഴയ ബിലയാം തന്നെയാ. പിന്നെ ബിലയാം ഇപ്പൊ രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് വല്ലോ മാനസാന്തരം വന്നോന്നറിയാനാ. ഞാൻ ഒരാഴ്ചയായിട്ട് ഉപവാസമായിരുന്നു, 12 ദിവസമായി. ദൈവത്തിന് വല്ലതും രൂപാന്തരം. നമ്മുടെ ഉപവാസത്തിന്റെ പ്രധാന വിഷയം ദൈവത്തെ മാനസാന്തരപ്പെടുത്താനാണ്. നമുക്ക് കാര്യമായ ഒരു മാറ്റവും ഉണ്ടോ? പ്രതിക്കൂട്ടി നിൽക്കുന്ന പോലെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത് നല്ലതാ. സ്വസ്ഥതയുടെ തുടക്കമാണ് അത്. പ്രൈസ് ദി ലോർഡ്. ബിലയാം 2ാം പ്രാവശ്യം പ്രാർത്ഥിച്ചത്, ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക, എനിക്കിപ്പോഴും എന്തോ ചെയ്യണം? പോകാനാ ഇഷ്ടം, ആ കൂലി എനിക്ക് വേണം. ഇപ്പോഴും ഇവൻ ആരാ? പ്രവാചകനാ. ആൾക്കാർ ആലോചന ചോദിക്കാനൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ പേരാ വ്യാജഭാവം എന്ന്. ആൾക്കാർ വരും. സുപ്രസിദ്ധ ഉണർവ് പ്രസംഗമാണ് നിന്നെ കുറിച്ച് പറയും. നമ്മളിപ്പം ഒരു വേദിയിലൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്, കൺവെൻഷൻ സ്റ്റേജിലൊക്കെ പറയും, നമ്മൾ പറയും കർത്താവിൻ്റെ വിലയേറിയ അഭിഷിക്തൻ. ഇപ്പോൾ നമ്മൾ ഒത്തിരി വാക്കുകൾ പറയും. പറയുന്നവർക്ക് ഒരു സന്തോഷമാണ്, കേൾക്കുന്നവർക്ക് അതിലും സന്തോഷമാണ്. പ്രൈസലോ. നല്ല കാര്യമാണ് കേട്ടോ, പറഞ്ഞോ, നല്ലതായിരിക്കും. പക്ഷേ ജീവിതം ശരിയല്ലെങ്കിൽ പിശാച് അപ്പുറത്ത് എന്ന് പറയും, അവൻ കർത്താവിൻ്റെ ദാസനൊന്നുമല്ല, എൻ്റെ ആളാന്ന് പറയും. പ്രശംസാവാക്ക് കേട്ട് കോളർ പിടിക്കാൻ വരട്ട്. നിന്റെ വ്യാജഭാവം മാറ്റണം, നിന്റെ പൊയ്മുഖം മാറ്റണം, നിന്റെ ജഡത്തിൻ്റെ ആ ഇച്ഛകളെ മരിപ്പിച്ചിട്ട്. ആമേൻ. ദൈവമക്കളെ, അടുത്ത വർഷത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ കാണുമെന്നും പറഞ്ഞല്ല ഇവിടെ ഇരിക്കേണ്ടത്. ഇന്ന് എൻ്റെ അവസാന ദിവസമാണോ എന്ന് ഓർത്തായിരിക്കേണ്ടത്. അത്രയൊക്കെ ഓർമ്മയും വിവേകവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? രാവിലെ വഴക്കുണ്ടാക്കിയിട്ട് വരുമോ? ഇല്ലല്ലോ. ഇന്നാ കർത്താവ് വരുന്നത്, ഇന്ന് കർത്താവ് വരുക. ഇനി അച്ഛൻ എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാലും നമ്മുടെ നില വിടുമോ? അച്ഛൻ എത്ര വേണേലും പറഞ്ഞു, 2 മണിക്ക് എൻ്റെ കർത്താവ് എന്ത് ചെയ്യും? ഇങ്ങനൊരു ബോധം നമ്മുടെ അകത്തുണ്ടായിരുന്നെങ്കിൽ ഈ വീടുകൾക്കകത്ത് എന്തൊരു സമാധാനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിചാരം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോഴും ഇരിക്കുന്നത് 2030 ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ വയസ്സ് 85 കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്ത മുഴുവൻ ഇവിടെ എത്ര നാൾ ജീവിക്കാമെന്നുള്ളതാണ്. ഇവിടുത്തെ കാര്യം കേൾക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷവും. നിത്യതയുടെ കാര്യം ഒന്നും എന്ത് ചെയ്യരുത്, പറയരുത്. ഇവിടുത്തെ കാര്യം, നിങ്ങൾ അങ്ങനെയുള്ളവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങളെ ആ നിലവാരത്തിലല്ല കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയാം. ദൈവമക്കളെ, ഇവിടുത്തെ ഒന്നും കേട്ട് കൈയടിക്കരുത്. അത് വേഗത്തിൽ തീർന്നു പോകുന്നതാ. അത് വെള്ളത്തിൻ്റെ കുമിളയാ. അത് വേഗത്തിൽ തീർന്നു പോകുന്നതാ. എന്നാൽ നിലനിൽക്കുന്ന നിത്യതയുടെ വെളിപ്പാടാണ് നിന്റെ അകത്തിരിക്കേണ്ടത്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഈ ബാലാക്ക് 2ാം പ്രാവശ്യം ആൾക്കാരെ വിട്ടപ്പോൾ ബിലയാം 2ാം പ്രാവശ്യവും പ്രാർത്ഥിച്ചപ്പം ആമേൻ, ഉറപ്പായിട്ടും ദൈവത്തിന് മാനസാന്തരം വന്നു. ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇപ്പം ആർക്കാ മാനസാന്തരം വന്നേ? പറ. എന്തിനാ ദൈവം പോകാൻ പറഞ്ഞതെന്നറിയാമോ? ഇപ്പം പോകണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഇവന് ഉപവസിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി വിട്ടതാ. ആണോ അല്ലയോ? റീസലോ. ഗുണപ്പെടാതെ വന്ന് ഉപവസിക്കാതിരിക്കുന്നതിനേക്കായി നല്ലത് ഇവൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കാങ്കി അങ്ങ് പൊക്കോളുമല്ലോ. നമ്മൾ വിചാരിക്കും നമുക്ക് ഈ ജോലി നഷ്ടപ്പെടുന്നത്, രോഗം വരുന്നത്, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക തകർച്ചകൾ, മക്കളുടെ ഭാവി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ വല്ലതും ഒരു ക്രമീകരണം വരാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവകോപമാണെന്ന്. ഞാൻ ദൈവമക്കളോട് വളരെ വിനയത്തോടെ പറയുക, അതൊന്നുമല്ല ദൈവകോപം. ദൈവകോപം എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൻ്റെ ചരട് കർത്താവിൻ്റെ കയ്യിലാണ്. അത് ദൈവം വിട്ടിട്ട് നമ്മളെ ഇഷ്ടത്തിന് വിടുന്നതാ ദൈവകോപം. ആമേ. അരുമനാഥൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ ചരട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
പ്രൈസ് ദി ലോർഡ്. നീ ആകാത്ത വഴികളിലോട്ട് പോകുമ്പോൾ അയച്ചു വിടുമ്പം നീ വിചാരിക്കും പ്രാണപ്രിയൻ മയങ്ങുകയാണ്. നല്ല നിന്റെ ഇഷ്ടത്തിന് വിടാൻ അവൻ അയച്ചതാ. എന്നാൽ പിടിയുണ്ടെങ്കിൽ ഓർത്തോണം, നീ അവന്റെ ഉള്ളംകരത്തിലാ. ദൈവത്തിന് സ്തോത്രം. നിന്നെ നിയന്ത്രിച്ച് നിർത്തുന്നെങ്കിൽ ഓർത്തോണം, അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യമാ. നിരന്തരം പിടിച്ചു നിർത്തുന്നു, നീ വിളിച്ചു പറ, ഞാനൊരു ഭാഗ്യവതിയാ. യാതൊരു പിടിയുമില്ലാതെ വിട്ടുകളയുന്നോ, ഓർക്കുക, നിന്റെ കഷ്ടത തുടങ്ങിക്കഴിഞ്ഞു. ശാസനയും ശിക്ഷണവും ഒന്നും ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇഷ്ടമല്ല. അവർ പോകുന്നതിലേ നമ്മൾ വിടാമെങ്കിൽ അപ്പനും അമ്മയും ആരാ? നല്ലതാ. പ്രൈസലോ, പ്രൈസലോ. ഇവിടെ അതാ സംഭവിച്ചത്. ഈ രണ്ടാം പ്രാവശ്യം ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇപ്പം പിന്നെ ബിലെയാമിന് പറയാമല്ലോ ഒരു സമാധാനം. എന്നാ ആര് പറഞ്ഞിട്ടാ ഇറങ്ങിയത്? പറഞ്ഞിട്ടാ. നമ്മളും അങ്ങനെ ഒരു സമാധാനത്തിലാണ് പോകുന്നത് മൊത്തം. ദൈവം പറഞ്ഞിട്ടാ ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത് ദൈവം പറയേണ്ടിയിട്ട് പറഞ്ഞതാണോ? ആണോ? പ്രൈസ് ദി ലോർഡ്. നിർബന്ധിച്ച് ചോദിച്ച് വാങ്ങിക്കുമ്പോൾ നീ ശരിയാകത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഇനി 7 വട്ടം ഇവനോട് പോകണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ പിന്നെയും വന്ന് ചോദിക്കും, എന്തുവാ പോണോ? പ്രൈസ് ദി ലോർഡ്. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, പോകണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും വന്ന് ചോദിക്കുന്നുണ്ടേ. അമ്മ പറയും എങ്ങനെയല്ലോ അങ്ങ് പോകുന്നു പറയും. അപ്പം അത് മനസ്സോടെ വിടുന്നതാണോ? പക്ഷെ പിള്ളേർക്ക് വലിയ സന്തോഷം, അമ്മയെ അനുവദിച്ചല്ലോ എന്നാ. പക്ഷെ ബിലെയാമേ പിടിച്ചു നിർത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പോകുന്ന വഴിക്കാണ് ആര് എതിർപ്പെട്ടത്? പറഞ്ഞേ. ദൂതനെ എതിർപ്പെട്ടു. ഈ ദൂതനെ ആര് കണ്ടില്ല? പറ. ബിലെയാം കണ്ടില്ല. ആരായിരുന്നു കാണേണ്ടത്? ബിലെയാം കാണേണ്ടത്. അവൻ എന്ത് ചെയ്തില്ല? ഞാൻ പറയാം, കാണേണ്ടവർ കാണാതെ പോയപ്പം അർഹതയില്ലാത്ത കഴുതയ്ക്കാണ് വെളിപ്പെട്ടത്. പകലോ മറ്റോ ശങ്കരപുരിയും പറഞ്ഞു നടന്ന പലർക്കും ഇത് വെളിപ്പെട്ടില്ല. പക്ഷെ നിന്നെ എവിടുന്നാ കൊണ്ടുവന്നെന്ന് നീ ഓർക്കണം. നിന്നെ വിളിച്ചു വേർതിരിച്ച സ്നേഹത്തെ നീ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കഴുത ഈ ദൂതനെ കണ്ടു കഴിഞ്ഞപ്പം, സ്തോത്രം, എന്തോ ചെയ്തെന്നാ 22-ാം അധ്യായത്തിലുണ്ട്. ഞാൻ വേഗത്തിൽ പറയാം, സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വായിക്കണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവിടെ കാണുന്നത്, കഴുത ദൂതനെ കണ്ടപ്പോൾ 1-ാം പ്രാവശ്യം ആദ്യം ദൂതൻ എതിർപ്പെട്ടപ്പോൾ ബിലെയാം കാണുന്നില്ല, കഴുത കാണുന്നു. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഈ ദൂതൻ മുന്നേ നിൽക്കുക. ഇപ്പം ഉരിയാടാ പ്രാണി എന്ത് ചെയ്തു? കണ്ടു. ആര് കണ്ടില്ല? ബിലെയാം കണ്ടില്ല. ഇവൻ്റെ കണ്ണ് എവിടാ? അനീതിയുടെ കൂലിക്കകത്താ. അനീതിയുടെ കൂലിക്കകത്ത് ഇവൻ്റെ കണ്ണ് ചെന്ന് പെട്ടതുകൊണ്ട് ആര് നിന്നത് കണ്ടില്ല. സംഭവിച്ചിട്ടില്ലയോ? ഗൗരവമായി ചിന്തിക്ക്. ചിലതൊക്കെ കണ്ണു മുമ്പിൽ വേണ്ടാത്തതിനകത്ത് കണ്ണുടക്കിയപ്പോ ഹരുമനാഥന്റെ സാന്നിധ്യം നീ അറിയാതെ പോയില്ലയോ? അഭിഷക്തൻ ആത്മാവിൽ നിറഞ്ഞൊരു ദൂത് പറഞ്ഞിട്ട് നീ മയങ്ങി എഴുന്നേറ്റ് പോയില്ലയോ? എന്താണെന്നറിയാമോ? നീ വെളിപ്പെട്ട് വരേണ്ടത് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടും നിനക്ക് കാണാൻ കഴിയാഞ്ഞത് നീ വേറെ ചിലത് കണ്ടോണ്ടിരുന്നതാ. ഉറക്കളച്ച് ഒരു സഭായോഗം എന്ന് പറഞ്ഞാൽ ഒരു അഭിഷക്തൻ ഈറ്റുന്നോവാ. നിങ്ങളുടെ വിചാരം രാവിലെ ഇങ്ങ് വരുന്നെന്നാ? പ്രാണവേദനപ്പെട്ടാ കയറി വരുന്നത്. ആത്മഭാരമുള്ള ഒരു അഭിഷക്തൻ. ദൈവസാന്നിധ്യം ഇറങ്ങിയില്ലെങ്കിൽ ഉള്ളം പൊട്ടിക്കൊണ്ടാ ഇറങ്ങിപ്പോകുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു അഭിഷക്തൻ, കർത്താവിനെ പ്രാപിക്കുന്ന ഒരു അഭിഷക്തൻ രാത്രിയുടെ നിശബ്ദതയിൽ കിടന്നാൽ ഉറക്കം വരത്തില്ല. തൻ്റെ ജനത്തിന് കൊടുക്കാനുള്ള സന്ദേശം എന്താ? അത് ഉറക്കളച്ച് പ്രാപിച്ചുകൊണ്ട് വരുമ്പം നീ മയങ്ങിയും ഉറങ്ങിയും കേൾക്കാതെയും കേട്ടും കുഞ്ഞുങ്ങളെ കളിപ്പിച്ചും മൊബൈലിൽ കളിച്ചും മെസ്സേജ് അയച്ചു ഇരിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ കൺമുമ്പിൽ അനീതിയുടെ കൂലിയായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സഭായോഗത്തിനിടയിൽ മെസ്സേജ് അയപ്പ്, സഭായോഗത്തിനിടയിൽ എന്തെല്ലാം ബിസിനസ്സാണ് നടക്കുന്നത്. അപ്പം പിന്നെ പുസ്തകമൊന്നും കൊണ്ടുവരണ്ടല്ലോ, എല്ലാം എന്തിലുണ്ട്? പറ. ആമേൻ. വാക്യം വായിക്കുവാന്ന് നമ്മുടെ വിചാരം. വാട്സപ്പിലാ. തലമുറയെ ശ്രദ്ധിച്ചോണം. ഇത് കളിക്കാനുള്ള ഇടമല്ല ദൈവസഭ. പ്രൈസ് ദി ലോർഡ്.
പ്രാപിച്ചവൻ ആത്മഭാരത്തോടെ നെടുവീർപ്പോടെ ദൈവോചനം പങ്കുവെക്കുമ്പോൾ ഉപേക്ഷയായി വിചാരിച്ചാൽ ന്യായവിധി ഉണ്ടെന്ന് മറക്കരുത്. ഇനിയും തലോടലിന്റെ സമയമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ, അഴുക്കുള്ളവൻ ഇനിയും മാനസാന്തരവും പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമല്ല. വർഷങ്ങളായി നീ സന്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി നിന്നെ തന്നെ ക്രമീകരിക്കാനുള്ള സമയമാണ്. മുമ്പിൽ നിൽക്കുന്ന ദൂതൻ സർവശക്തന്റെ അരുളപ്പാട് കേട്ടവൻ, ദൈവത്തിന്റെ ദർശനം പ്രാപിച്ചവൻ. പക്ഷേ ഇപ്പൊ മുമ്പിൽ നിൽക്കുന്ന ദൂതനെ ആരും കണ്ടില്ല. അപകടമാണോ? പോരാ. പക്ഷെ ഇവന്റെ പേരിപ്പോഴും എന്താ? ദൈവത്തിന്റെ പ്രവാചകൻ എന്നാ. ഇതിന്റെ പേരാ വ്യാജഭാവം. പ്രൈസ് ദി ലോർഡ്. വിലയേറിയ അഭിഷക്തൻ എന്ന് പറഞ്ഞ് നിനക്ക് കട്ടൗട്ട് വെപ്പിക്കാം, ലോകത്തിൽ ഉന്നതനാകാം. പക്ഷേ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, ഉൾപ്പുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മാതാവേ, പിതാവേ, സഹോദര, ഈ ആയുസ് ദൈവത്തിന് കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വിലയം കണ്ടില്ല, പക്ഷെ കണ്ട കഴുത പ്രതികരിച്ചു. അത് അവിടെ വായിക്കുന്നത്, ദൂതനെ കണ്ടപ്പോൾ കഴുത വഴിമാറിയെന്ന്. സ്തോത്രം. ഈ ദൂതനെ കണ്ട എന്ത് ചെയ്യും? പറ. ദൂതനെ കണ്ട എന്ത് സംഭവിക്കും? വഴിന്ന് മാറി കഴുത വയലിലേക്ക് നടന്നെന്ന്. ഒറ്റ വാക്കി പറഞ്ഞാൽ, ദൂതനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പഴയ വഴി അല്ലെന്ന്. ഇന്നും പഴയ വഴിയിൽ കൂടെ നടക്കുന്ന എന്താണെന്നറിയാമോ? ഇതുവരെ ആരെ കണ്ടിട്ടില്ല. അവസരം കിട്ടിയ പാപം ചെയ്യും. ഇന്നും ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് പലതും വിട്ടുപോയിട്ടില്ല, പലതിനെയും ജയിക്കാൻ കഴിയുന്നില്ല. സഭായോഗത്തിനിരിക്കുമ്പോഴും നാട്ടുകാർ കാണുമ്പോഴും അല്ല നീ വിശുദ്ധനാകേണ്ടത്. നിന്റെ രഹസ്യമുറി എങ്ങനെയുണ്ട്? വഴിമാറിയോ? ദൂതനെ കണ്ടാൽ പഴയ വഴി കൂടെ പോകത്തില്ല. ഓരോ ഞായറാഴ്ചയും ഓരോ വെള്ളിയാഴ്ചയും ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്കും പുറകിലൊരു വടിയുമായിട്ട് അഭിഷേകം നിൽക്കണ്ട. അവൻ വഴി മാറും ദൂതനെ കണ്ടാൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉരിയാടാപ്രാണിക്ക് മനസ്സിലായി ഇനിയും പഴയ വഴി കൂടെ പറ. പഴയ സ്വഭാവങ്ങൾ പലതും വിട്ടുകളയാതെ, ആമേൻ, പുതുവീഞ്ഞിപ്പം എങ്ങോട്ട് പകർന്നേക്കുക? പറ. പഴയതുരുത്തിയിലാ. കർത്താവ് അത് ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നാൽ എന്ത് സംഭവിക്കും? തുരുത്തി പൊളിയും, ദേശത്ത് അപമാനമാകും. പൊളിയാതിരിക്കണമെങ്കിൽ പുതുവീഞ്ഞ് പുതുതുരുത്തിയിലാകട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ പറ, പുതിയ സൃഷ്ടിയാ. പഴയത് മാറ്റമുണ്ടായോ? നിങ്ങൾക്ക് മാറ്റമുണ്ടായ കാര്യം നാട്ടുകാർക്കും അറിയാം, അതിനേക്കാൾ അറിയാവുന്ന നിങ്ങൾക്കാ. നീ മാറിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? പഴയ വഴിയിൽ കൂടി ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നൊരു തീരുമാനമുണ്ടോ? ഇഷ്ടപ്പെട്ടതൊക്കെ കണ്ട് രസിക്കുമ്പോൾ ഓർത്തോണം, നീ പഴയ വഴിയിലാ. ക്രൂശിതനായ ക്രിസ്തുവിനെ നിന്നെ വരച്ചു കിട്ടിയിരിക്കെ നിന്നെ ശുദ്ധനം ചെയ്ത് മയക്കിയത്. ദുഃഖത്തോടെ ഞാൻ പറയുകയാ, അനേക വിശ്വാസ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയില്ല. കുടുംബങ്ങൾ തേജസ്സോടെ നിന്ന് കുടുംബങ്ങൾ തകർച്ചയുടെ ആഴങ്ങളിലൂടെ പോകുക.
കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. സഹോദരി മാതാവേ, നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? പാവത്തിന് ഇന്ന് പല വീടുകളും മിനി തിയേറ്ററുകളാക്കിയില്ലേ? അശുദ്ധിയുടെ കൂടാരങ്ങളാക്കി മാറ്റിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ജഡത്തേൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവമക്കളെ, ദൂതനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പറ. ആമേൻ. നമ്മുടെ അവയവങ്ങളിൽ ഒരു പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന്, ജഡത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് നമുക്കൊരു മാനസാന്തരം വന്നില്ലെങ്കിൽ 35 കൊല്ലത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പറയാം, എന്നെ ആരാ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നത്? പറ. ദൂതൻ. അതിപ്പരം ഒരു സാക്ഷ്യം ഉണ്ടോ? എന്നെ കൈക്ക് പിടിച്ചുകൊണ്ടുവന്ന് ചെറിയ ആളൊന്നുമല്ല, എന്നെ കൈക്ക് പിടിച്ചുകൊണ്ടുവന്ന് ആരാ? ദൂതനാ. മാസയോഗത്തിന് പറയാൻ നല്ലതാ, സെൻട്രൽ കൺവെൻഷന് സാക്ഷ്യം പറയുമ്പോഴും പറയാൻ നല്ലതാ. എന്നെ ഒരു പാസ്റ്റർ പറഞ്ഞിട്ടൊന്നുമല്ല, എന്നെ ആര് പിടിച്ചിറക്കിയതാ? പറ. ഓർക്കണം, സോദോമിന്ന് പിടിച്ചിറക്കി, പക്ഷെ സോവാരിൽ അവൾ തകർന്നുപോയി. സോദോമിൽ നശിക്കുന്നതായിരുന്നു നല്ലത്. കാരണം കൂട്ടത്തിൽ ഉയർന്ന പുകയ്ക്കകത്ത് ഇവളും തീർന്നെന്നേ പറയത്തുള്ളായിരുന്നു. പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് സോവാരിൽ തകർന്നതുകൊണ്ട് നാട്ടുകാർ മൊത്തം കണ്ടു. കൈക്ക് പിടിച്ചിറക്കി എന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കരുത്. വഴിമാറിയില്ലെങ്കിൽ നീ ഉപ്പുതൂണാകും. ഉപ്പൊക്കെ ദ്രവിച്ചു പോകും. പക്ഷെ ഇന്നും അതവിടെ അങ്ങ് നിൽക്കുവാന്നാ പറയുന്നത് കണ്ടിട്ടുള്ളവർ. കാരണം ലോകത്തിന് ദൃഷ്ടാന്തമായിട്ട് നിർത്തിയേക്ക, ദൂതൻ പിടിച്ചിറക്കിയാലും വീഴാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭയത്തോടും നടുക്കത്തോടും അത് പറയുന്നത്. സ്വർഗത്തിലെ ദൂതൻ ഒരാളെ പിടിച്ചിറക്കി കൊണ്ടുപോകാൻ തീരുമാനിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്ത എത്ര എണ്ണം ഇന്ന് ദൈവസഭയ്ക്കകത്തുണ്ട്. വളരെ വേദനയോടെ ഞാനിത് ഓർപ്പിക്കുന്നത്. സോതോമിൽ നീ ജയിച്ചു, സോതോമിൽ നിന്ന് നിന്നെ പിടിച്ചു വലിച്ചിറക്കി, പക്ഷെ സോവാരിൽ നീ തകർന്നു പോയി. പരസ്യക്കോലമായി, നാട്ടുകാർ കണ്ടു. സോതോമിൽ കത്തിത്തീർന്നായിരുന്നെങ്കിൽ ആരും കാണത്തില്ലായിരുന്നു. പക്ഷെ എല്ലാരും കാണത്തക്കോണം ഉപ്പുതൂണായി മാറി നിൽക്കുക ആര്? നശിക്കുവാണെങ്കിൽ സോതോമി നശിക്കണം. സോവാരിൽ വന്ന് പരസ്യക്കോലമാകരുത്. നീ ദൈവസഭയിലെ അംഗമാണെന്ന് പറഞ്ഞ് പ്രശംസിച്ച് നടന്നിട്ട് ദേശത്തൊരു കളങ്കമായി മാറരുത്. നിന്റെ വ്യാജഭാവം ഇന്ന് അഴിച്ചു വെക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഞാൻ ബാക്കി ഭാഗം വൈകിട്ട് പറയാം. ചേർന്ന് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഹൃദയപൂർവ്വം പറയുമോ, എന്നെ കൈക്ക് പിടിച്ചിറക്കിക്കൊണ്ട് വന്നത് പകുതി വഴിക്ക് തീരാനല്ല, ലക്ഷ്യത്തിലെത്താനാ. പൊയ്മുഖം അഴിച്ചു വെക്കുമോ? വഴിമാറുമോ? വഴിമാറാൻ തയ്യാറാകുമോ? ഒരു ജയജീവിതത്തിന് തയ്യാറാകുമോ? വ്യാജഭാവം മാറ്റുമോ? ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ട്. ഞാൻ വളരെ പരമാർത്ഥതയോടെ ചോദിക്കുക, വളരെ അഭിമാനമുള്ളൊരു ദൈവസഭയായത് എനിക്ക്. ജീവിതത്തിൻ്റെ പ്രമാണങ്ങളെ, ദൈവിക പ്രമാണങ്ങളെ, മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമായത്. ഞാനതിൽ വളരെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ചേർന്ന് വന്ന് ആരാധിക്കുന്ന ദൈവജനത്തോട് ഹൃദയപൂർവ്വം ഞാൻ ചോദിക്കുന്നു, പൊയ്മുഖം അഴിച്ചു വെച്ച് ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അടിനെയും കൂടെ നിന്റെ കൈ തരികയാണ്. നിന്റെ ജനത്തെ ഉപദേശിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാൻ അനുവദിക്കല്ലേ.
ഇന്നെൻ്റെ അവസാന ദിനമോ എന്ന് ഞാൻ അറിയുന്നില്ല കർത്താവേ. ഞങ്ങളുടെ അവസാന സന്ദേശമോ എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളെ ആരൊക്കെ വൈകിട്ട് കാണുമെന്നോ നാളെ കാണുമെന്നോ ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാൻ കൃപ തന്നാട്ട് ഈ ജനത്തെ അപ്പച്ചൻ്റെ കയ്യിലോട്ട് തരികയാണ്. ഒരു വിശുദ്ധ ജീവിതത്തിനായി ഇവരെ ഒരുക്കണമേ, ജയജീവിതത്തിനായിട്ട് ഇവരെ ഒരുക്കണമേ. അങ്ങയുടെ ആത്മാവിന് തുണനിന്നാട്ട് തിരുക്കരങ്ങളിൽ താഴ്ത്തുന്ന കർത്താവെ, അവിടുത്തെ നാമമഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മനുഷ്യർക്ക് വിളങ്ങാനല്ലപ്പാ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരാൻ ജയജീവിതം ചെയ്യാൻ വരം തന്നാട്ട്. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട്. മഹത്വമെല്ലാം ഞങ്ങൾ തിരുവേനിക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട് ശക്തിയോടെ. കർത്താവ് ദാസനെ കൂടെ കർത്താവ് കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്കുൾപ്പെടെ പല പ്രിയപ്പെട്ടവർക്കും അറിയാം, കർത്താവിൻ്റെ ദാസൻ ഇവിടെ വന്ന് ഇത് പ്രസംഗിച്ചിട്ട് തൻ്റെ സ്വന്തം സഭയിൽ മറ്റൊരു രീതിയിൽ പോകുന്ന വ്യക്തിയല്ല. എനിക്ക് മാത്രമല്ല, അതറിയാവുന്നവരുണ്ട്. പല ആവർത്തി കർത്തൃദാസൻ്റെ സഭയിൽ പോയി ശുശ്രൂഷിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ അല്പം കുറച്ചാ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതിനേക്കാൾ കഠിനമായി ശക്തമായി കർത്താവിൻ്റെ ദാസൻ തൻ്റെ സഭയെ ശുശ്രൂഷിക്കാറുണ്ട്. പ്രസംഗത്തിൽ മാത്രമല്ല, അത് ജനത്തോടുള്ള ബന്ധത്തിൽ അത് പ്രാവർത്തികമാക്കാറുമുണ്ട്. ഒരു നല്ല സ്തോത്രം പറയാതിന്. ഞാൻ മാത്രമൊന്നുമല്ല, പ്രിയ ശിവ ആൻറ്റിക്ക് നല്ലോണമൊക്കെ അറിയാം. സ്വന്തം കർത്താവിൻ്റെ ദാസിയോടുണ്ട്. നമ്മൾ ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളെ തൊട്ടുണർത്തി നമ്മളെ ഒന്ന് ആരാധിപ്പിച്ച് വിടുന്ന പ്രസംഗരെയൊക്കെ നമുക്കിഷ്ടമാണ്. ഞാൻ ഇവിടുന്നപ്പോൾ ചിന്തിക്കുകയാണ്, കർത്താവിൻ്റെ ദാസം ഈ വൈകിട്ട് എടുക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വൈകിട്ട് ആരും വരാതിരിക്കരുത്. ഇതിൻ്റെ വാക്കി തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹം. ഒന്ന് സ്തോത്രം പറഞ്ഞേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ എണ്ണം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? കുറയാറുണ്ട്. അങ്ങനെ ഒരു പതിവ് നമ്മുടെ ഇടയിലുണ്ട്. ശ്രോത്രം അതുണ്ടാകരുത്. ഇതിൻ്റെ വാക്യം കൂടെ കേട്ട് അനുഗ്രഹം പ്രാപിക്കണേ. വൈകിട്ട് വന്നല്ലേ പറ്റത്തുള്ളൂ. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ മധ്യേ വന്നിരുന്ന അഭിഷക്ത വൃന്ദങ്ങളൊക്കെ ആത്മാവിൽ ഇപ്രകാരമുള്ള ആത്മീയ ഗുണീകരണത്തിൻ്റെ ശബ്ദമാണ് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും പല വേദികളിലും പറയുന്ന, ഒരു കാലഘട്ടങ്ങളിലൊക്കെ ദൈവസഭയ്ക്കകത്തൊരു പ്രവാചകൻ വരുന്നെന്ന് കേട്ടാൽ ആൾക്കാരുടെ എണ്ണം കുറയും. ഇന്നൊരു പ്രവാചകൻ വരുന്നെന്ന് കേട്ടാൽ വരാത്തവനും കൂടെ വരും. കാരണം ജനം മാനസാന്തരപ്പെട്ടതുകൊണ്ടല്ല, പ്രവചനത്തിൻ്റെ മൂർച്ചകൾ, പ്രവാചക ശബ്ദങ്ങളുടെ മൂർച്ചകൾ കുറഞ്ഞതുകൊണ്ടാണ്. ഒരു നല്ല സ്തോത്രം പറഞ്ഞ ദൈവത്തിലെ സ്തോത്രം. നമ്മൾ കേട്ട ദൈവശബ്ദങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം. ഇതിപ്പോൾ ഞാനിവിടുത്തെ ചിന്തിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ വരുന്ന മറ്റൊരു പ്രശ്നം, നമ്മുടെ സഭകളിലൊന്നും ഇല്ലാത്തൊരു വിഷയം, ഇങ്ങനെ ദൈവദാസന്മാർ ശാസിക്കുമ്പോൾ ആ കുറ്റം മൊത്തം ദൈവദാസന്മാരുടെ തലയിലോട്ട് ഇട്ട് വരും. നമ്മൾ ദൈവസഭയ്ക്കകത്തൊക്കെ ശാസിക്കുമ്പോൾ ഇവിടുത്തെ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്തയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് ജനത്തെ ശാസിക്കുന്നതാണ്. അത് കൊണ്ടാൽ അത് ആ വ്യക്തിയിലോ അവരുടെ കുടുംബത്തിലോ ചെയ്ത പാപമാണ് പറഞ്ഞതെങ്കിൽ തിരിച്ചൊരൊറ്റ പറച്ചിൽ പറഞ്ഞാൽ മതി, ഉപദേശിത് ചെയ്തെന്ന്. അങ്ങനെ പറഞ്ഞു പരത്തിയതും അതിൻ്റെ കേട്ടവർ അല്ലെങ്കിൽ ആ കണ്ണുകൊണ്ട് കാണുന്നതും അതിൻ്റെ വേദനകളും വഹിക്കുന്ന ഒരുപറ്റ ശുശ്രൂഷകർ ഇന്നത്തെ ആത്മലോകത്തുണ്ട്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി അത് പലരുടെയും കാതിൽ കേട്ട് വേദികളിൽ നിൽക്കുമ്പോൾ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ട് അത് നിമിത്തം മുറിവേറ്റ പല ഉപദേശിമാരും ഇന്നത്തെ ആത്മീയ ലോകത്തുണ്ട്. ഒന്ന് സ്തോത്രം പറ. അതുകൊണ്ട് പ്രസംഗിച്ച ദൈവദാസന് നേരെ വിരൽ ചൂണ്ടുകല്ല. അത് എന്നോടാണെങ്കിൽ എന്നെ മാറ്റിവെച്ചല്ല. കർത്തൃദാസൻ പ്രസംഗിച്ച വിഷയം ഞാൻ എന്നെ ശോധന ചെയ്യണം, നിങ്ങളെ ശോധന ചെയ്യണം. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഒരു കാര്യം ഉറപ്പാ, എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യാജഭാവം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ പോകില്ല. ഒന്ന് സ്തോത്രം പറ. ഇന്ന് കർത്താവ് വന്നാൽ, കർത്തൃദാസൻ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല, ഇപ്പം കർത്താവ് വന്നാൽ ഞാനൊരു പൊയ്മുഖത്തോടെയാണ് നിങ്ങളുടെ മധ്യ നിൽക്കുന്നതെങ്കിൽ ഉറപ്പാ ഞാൻ പോകത്തില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് പ്രസംഗിച്ച ഉപദേശിയുടെ നേരെ കുറ്റം ചാരുകയല്ല, നമ്മുടെ ജീവിതത്തിലുള്ള നമ്മൾ ആത്മാവിലേറ്റെടുക്കണം. അത് പറഞ്ഞു പരത്തുകയല്ല. അങ്ങനെ ശപിക്കപ്പെട്ടു പോയ പലതും ഇന്നത്തെ ആത്മലോകത്തുണ്ട്. സ്തോത്രം. അതുണ്ടാകാതെ വണ്ണം നമ്മോടിടപെട്ട ദൈവശബ്ദം നാം ചോദന ചെയ്ത് അത് ഏറ്റെടുത്ത് ആത്മാവിൽ മാനസാന്തരപ്പെടാൻ നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം അടയ്ക്കുക. വചനം സംസാരിപ്പാൻ കർത്തവ്യത്തിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. വചനത്തിൻ്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. ഉപരിപ്ലവമായ ഒരു ദൈവശബ്ദമല്ല,
ആത്മാവിൻ്റെ ശബ്ദമായി, ഗുണീകരണത്തിൻ്റെ ശബ്ദമായി, പരിശുദ്ധ ആത്മാവ് കേൾപ്പിച്ച എല്ലാ ദൈവശബ്ദങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. കർത്തൃദാസനെ ഇന്ന് രാത്രികാലവും കരങ്ങളെടുക്കേണ്ടതിന്, ആത്മാവിൽ വിഷയങ്ങളെ ദൈവാത്മാവ് വിവേചിക്കേണ്ടതിന്, നമ്മെ വിവേചിക്കേണ്ടതിന്, ദൈവസഭയെ വിവേചിക്കേണ്ടതിന്, കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ വിവേചിക്കേണ്ടതിന് നമ്മെ ദൈവകാരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക. ദൈവസ്ഥല ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. നാം എല്ലാവരും ആത്മാവിസ്തോത്രത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ കോശി സാറ് മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് സഭയായിട്ടായിരിക്കാൻ സ്വർഗ്ഗം സഹായിച്ചല്ലോ. ഇത്രത്തോളം ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന സ്നേഹത്തിനായി സ്തോത്രം. നീ കേൾപ്പിച്ച വിലപ്പെട്ട ദൂതുകൾക്കായി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദ്യമായി ഇടപെട്ടതിനായി സ്തോത്രം കർത്താവേ. കേട്ട അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഞങ്ങളെ പിന്നെയും സഹായിക്കണമേ. എല്ലാ വ്യാജഭാവവും വിട്ട് സകല ദുർമന സാക്ഷിയാകുന്നു വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരിക്കലും സഭയായി സമർപ്പിക്കുന്നു. ഞങ്ങൾ വന്ന എല്ലാ കുറവശങ്ങളെയും ഒരിക്കൽ ക്ഷമിച്ച കർത്താവേ, ജീവിത വിശുദ്ധിയെ വെച്ചെടുപ്പാനും കർത്താവിൻ്റെ വരങ്ങൾ കൊള്ളാവുന്ന നിൽപ്പാൻ ധൈര്യത്തോടെ ദിവസം നിൽപ്പാൻ സ്വർഗം സഹായിക്കണമേ നാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ക്രോശങ്ങളെ ചൂണ്ടിൽ കാണിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഞങ്ങളെ മുറ്റും സഹായിക്കണമേ. നല്ല നിലത്തെ വിണമെത്തുപോലെ അത് 30, 60, 100 മേനി വിളയുവാൻ തക്കവണ്ണം കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ സഹായിച്ചട്ടെ. ഹല്ലേലൂയ. അനുദിനം ശിക്ഷിച്ച് ഞങ്ങളെ വളർത്തു മാറണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനായി, അവിടുത്തെ ഹിതം പോലെ ജീവിപ്പാനായി ഞങ്ങളെ ഒരിക്കൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ശക്തിയോടെ കരങ്ങൾ വഹിച്ചല്ലോ. വൈകുന്നേരം നടക്കുന്ന യോഗത്തെ അനുഗ്രഹിക്കുമാറണം. എല്ലാം ഞങ്ങൾക്ക് ആ ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുമാറണമല്ലോ പിതാവേ.